കണ്ണുകളിൽ തീവ്രമായ ദേഷ്യം, നെഞ്ചിലമർഷം, ചുണ്ടിൽ കൈപ്പേറിയ വാക്കുകൾ. ഒരു നിമിഷം കൊണ്ട് നമ്മളെയും നമുക്കു ചുറ്റുമുള്ളവരെയും ചുട്ടരിക്കാൻ കഴിവുള്ള ഒരു വികാരമാണ് ദേഷ്യം. പലപ്പോഴും നിയന്ത്രണം വിട്ട് നമ്മൾ പറഞ്ഞുപോകുന്ന ഓരോ വാക്കും നമ്മുടെ ബന്ധങ്ങളെയും സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കുന്നു. എന്നാൽ എന്താണീ ദേഷ്യം? എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ദേഷ്യം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നശിപ്പിക്കും എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കഥയാണിത്. സുബന്ധു എന്നായിരുന്നു അയാളുടെ പേര്. ഗ്രാമത്തിൽ അയാൾക്ക് വലിയ പേരും പ്രശസ്തിയുണ്ടായിരുന്നു. ഒരുപക്ഷെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന പണവും അധികാരവും അതിന് കാരണമായിരിക്കാം. എന്നാൽ ഈ പുറമെയുള്ള പ്രശസ്തിക്കൊന്നും അയാളുടെ ഉള്ളിന്റെയുള്ളിലെ ഒറ്റപ്പെടലിനെ മറച്ചുവെക്കാൻ സാധിച്ചില്ല. നിയന്ത്രണാതീതമായ ദേഷ്യവും അഹങ്കാരവും അയാളുടെ എല്ലാ ബന്ധങ്ങളെയും തകർത്തെറിഞ്ഞു. സ്വന്തം ഭാര്യയും മക്കളും പോലും അയാളിൽ നിന്ന് അകന്നുപോയി. ദേഷ്യം അയാളുടെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറിയിട്ടും അത് അംഗീകരിക്കാൻ അയാൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഒരു പ്രഭാതത്തിൽ ബുദ്ധന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാനായി ഗ്രാമവാസികൾ ഒത്തുകൂടി. എന്നാൽ സുബന്ധുവിന്റെ മനസ്സിൽ മറ്റൊരു പദ്ധതിയായിരുന്നു. ബുദ്ധനെ ആളുകൾക്ക് മുന്നിൽ വെച്ച് അപമാനിക്കാനായിരുന്നു അവന്റെ തീരുമാനം. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു, ഇന്ന് ഞാൻ ഇവരുടെ ഈ ശാന്തത തകർക്കും. എന്റെ വാക്കുകളോട് ഇവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഗ്രാമത്തിലെ കവല ആളുകളെക്കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാവരും ബുദ്ധന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ബുദ്ധൻ തുടർന്നു, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ സ്വന്തം അഹങ്കാരം തന്നെ. ഈ സത്യം തിരിച്ചറിയാത്തിടത്തോളം കാലം ആർക്കും മനസ്സിൽ ശാന്തി കണ്ടെത്താനാവില്ല. ഈ വാക്കുകൾ കേട്ടതും സുബന്ധുവിന്റെ കൈകൾ മുഷ്ടിച്ചുരുട്ടി. അയാളുടെ മുഖത്ത് ദേഷ്യം അലതല്ലി. ആൾക്കൂട്ടത്തിനിടയിലൂടെ വകഞ്ഞുമാറ്റി അയാൾ മുന്നോട്ട് പാഞ്ഞെടുത്തു. അയാളുടെ കണ്ണുകളിൽ കോപം ആളിക്കത്തുന്നത് വ്യക്തമായി കാണാമായിരുന്നു. എന്നാൽ ബുദ്ധൻ ശാന്തനായിരുന്നു, കാറ്റൊഴിഞ്ഞ തടാകം പോലെ നിർമ്മലനായി. ഗ്രാമത്തിലെ കവലയിൽ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ബുദ്ധന്റെ പ്രഭാഷണം തുടരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അത്രയേറെ ആഴവും ശക്തിയുമുണ്ടായിരുന്നതിനാൽ എല്ലാവരും മന്ത്രം കേട്ടവരെപ്പോലെ നിശ്ശബ്ദരായി ശ്രദ്ധിച്ചു. സമയം നിലച്ചതുപോലെ ആളുകൾ ശാന്തരായിരുന്നു. ബുദ്ധൻ അരുളി, ക്രോധത്തെ നിയന്ത്രിക്കുന്നവൻ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിൽ വിജയിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന സുബന്ധു വേഗത്തിൽ മുന്നോട്ടു വന്നത്. അയാളുടെ മുഖത്ത് തിളച്ചുമറിയുന്ന കോപവും വൈരാഗ്യവും വ്യക്തമായി കണ്ടിരുന്നു. അയാളുടെ ശബ്ദം അവിടെ മുഴങ്ങി, തഥാഗത, ഞങ്ങളെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാണ്? ഇവിടെ വന്ന് എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് കേട്ടതും ആളുകളുടെ കണ്ണുകൾ സുബന്ധുവിലേക്ക് തിരിഞ്ഞു. അമ്പരപ്പും ആശയക്കുഴപ്പവും എല്ലാവരുടെയും മുഖത്ത് നിഴലിച്ചു. ആനന്ദനും മറ്റ് ശിഷ്യന്മാരും ഞെട്ടിത്തെരിച്ചു. ആനന്ദൻ സുബന്ധുവിനെ ദേഷ്യത്തോടെ നോക്കിയെങ്കിലും ബുദ്ധൻ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇപ്പോഴും ശാന്തനായിരുന്നു. സുബന്ധു തന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലാക്കി പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രഭാഷണങ്ങളെല്ലാം വെറും നാടകമാണ്. നിങ്ങൾ സ്വയം വലിയവനാണെന്ന് കരുതുന്നു. എന്നാൽ നിങ്ങളെപ്പോലെ വെറും വാക്കുകൾ കൊണ്ട് ആളുകളെ കുടുക്കുന്ന എത്രയോ സന്യാസിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു കള്ളനാണ്. അയാളുടെ വാക്കുകൾ കൂടുതൽ അപമാനകരമായി മാറി. അവിടെ നിന്നവരെല്ലാം അസ്വസ്ഥരായി. കൂടെയുള്ള ശിഷ്യനായ ആനന്ദൻ മുന്നോട്ടു വന്നു പറഞ്ഞു, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഭഗവാൻ ബുദ്ധനോട് അത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. ബുദ്ധൻ ആനന്ദനു നേരെ കൈ ഉയർത്തി സൂചന നൽകി. ആനന്ദ, നിർത്തൂ. ഓരോ വ്യക്തിയും തങ്ങളുടെ വേദന പ്രകടിപ്പിക്കുന്നു. അതിനെ പുറത്തുവിടാൻ അനുവദിക്കൂ. ബുദ്ധന്റെ ഈ ശാന്തത കണ്ടിട്ട് സുബന്ധു കൂടുതൽ രൂക്ഷമായി സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ, ഇതാണ് നിങ്ങളുടെ നാടകം. ഇങ്ങനെ നിശബ്ദനായി എല്ലാം സഹിക്കുന്നതായി നിങ്ങൾ അഭിനയിക്കുകയാണ്. പക്ഷേ എനിക്കറിയാം, ഉള്ളിൽ നിങ്ങൾ എന്നെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഒന്നും മിണ്ടാത്തത്? ശിഷ്യന്മാർ കൂടുതൽ ദേഷ്യത്തിലായി. എന്നാൽ ബുദ്ധന്റെ കണ്ണുകളിൽ അപ്പോഴും കരുണ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം സുബന്ധുവിന്റെ എല്ലാ വാക്കുകളും ക്ഷമയോടെ കേട്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് കോപമോ അസ്വസ്ഥതയോ ഉണ്ടായിരുന്നില്ല. തന്റെ വാക്കുകൾ ബുദ്ധനിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ സുബന്ധുവിന്റെ ദേഷ്യം വർദ്ധിച്ചു. അയാൾ ആൾക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞു പറഞ്ഞു, നോക്കൂ, ഈ മനുഷ്യൻ നിങ്ങളോട് ശാന്തരായിരിക്കാൻ പഠിപ്പിക്കുന്നു. പക്ഷേ സ്വന്തമായി ഒന്നും ചെയ്യാൻ ഇയാൾക്ക് കഴിയുന്നില്ല. ഇതെല്ലാം വെറും അഭിനയമാണ്. ആളുകൾക്ക് ഒന്നും പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയർന്നു. ബുദ്ധൻ എന്തുകൊണ്ടാണ് ഒന്നും പറയാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് സഹിക്കുന്നത്? സുബന്ധുവിന്റെ രൂക്ഷമായ വാക്കുകൾ തുടർന്നു. ഓരോ വാക്കും ഒരു തീപ്പൊരി പോലെ ബുദ്ധന് നേരെ എറിയപ്പെടുകയായിരുന്നു. എന്നാൽ ബുദ്ധന്റെ ക്ഷമ ഒരു പാറ പോലെ ഉറച്ചതായിരുന്നു. സുബന്ധുവിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കവലയിൽ മുഴങ്ങി.
അയാളുടെ വാക്കുകളിൽ കോപവും അപമാനവും അഹങ്കാരവും വ്യക്തമായി തെളിഞ്ഞുനിന്നു. ആളുകൾ ഭയന്നു വിറച്ചു. ശിഷ്യന്മാർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ബുദ്ധൻ ശാന്തനായി തുടർന്നു. ഒരു മലയുടെ മുകളിലൂടെ വീശുന്ന കാറ്റിനെപ്പോലെ അചഞ്ചലനും അഗാധനും ഒരു സ്വാധീനത്തിനും വഴങ്ങാത്തവനുമായി. സുബന്ധു തന്റെ സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് പരിഹാസത്തോടെ പറഞ്ഞു, ഇപ്പോൾ എന്തായി തഥാഗത? എന്തിനാണ് നിശബ്ദനായിരിക്കുന്നത്? പറയൂ, നിങ്ങളെപ്പോലെ ഒരു മഹാ ഉപദേഷ്ടാവിന് എന്റെ ചോദ്യങ്ങൾക്കുത്തരമില്ലേ? ബുദ്ധൻ പതിയെ കണ്ണുകൾ ഉയർത്തി. അദ്ദേഹത്തിന്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. ആരുടെയും മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന ഒരു പുഞ്ചിരി. അദ്ദേഹം ശാന്തവും വ്യക്തവുമായ ശബ്ദത്തിൽ ചോദിച്ചു, സഹോദരാ, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിച്ചാൽ നീ ഉത്തരം നൽകുമോ? ദേഷ്യത്തിന്റെ ആവേശത്തിലായിരുന്ന സുബന്ധു പെട്ടെന്ന് നിശ്ചലനായി. അയാൾ അല്പം ഞെട്ടി. പക്ഷേ തന്റെ സ്വരം രൂക്ഷമാക്കി പറഞ്ഞു, ചോദിക്കൂ, നിങ്ങളുടെ ചോദ്യമെങ്കിലും കേൾക്കാമല്ലോ. ബുദ്ധൻ തന്റെ സ്ഥാനത്ത് അചഞ്ചലനായി ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഒരു വ്യക്തി മറ്റൊരാൾക്കൊരു സമ്മാനം നൽകുന്നു. പക്ഷേ ആ വ്യക്തി ആ സമ്മാനം സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ ആ സമ്മാനം ആരുടെ പക്കൽ ശേഷിക്കും? ഈ ചോദ്യം കേട്ട് സുബന്ധുവിന് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. അയാൾ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാൾ സമ്മാനം സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് കൊടുത്തയാളുടെ പക്കൽ തന്നെയായിരിക്കുമല്ലോ. ബുദ്ധൻ അതേ ശാന്തതയോടെ മറുപടി നൽകി, നീ പറഞ്ഞത് തികച്ചും ശരിയാണ്. ഇപ്പോൾ ചിന്തിക്കൂ, നീ എനിക്ക് ദേഷ്യം, അസഭ്യം, അപമാനം എന്നിവയുടെ സമ്മാനം നൽകുകയാണ്. ഞാനത് സ്വീകരിക്കാതിരുന്നാൽ ഈ സമ്മാനം ആരുടെ പക്കൽ ശേഷിക്കും? ബുദ്ധന്റെ വാക്കുകൾ ആ അന്തരീക്ഷത്തെ മുഴുവൻ നിശ്ചലമാക്കിയതുപോലെ തോന്നി. എല്ലാവരും സ്തബ്ധരായി. അതുവരെ ആത്മവിശ്വാസത്തോടെ നിന്നിരുന്ന സുബന്ധു പെട്ടെന്ന് നിശബ്ദനായി. അയാൾ കണ്ണുകൾ താഴ്ത്തി. ബുദ്ധൻ തന്റെ സംഭാഷണം തുടർന്നു, സഹോദരാ, ദേഷ്യവും അപമാനവും ഒരു സമ്മാനം പോലെയാണ്. അത് നൽകുന്നവന്റെ ഇഷ്ടമാണ്. പക്ഷേ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സ്വീകർത്താവിനുമുണ്ട്. ഞാൻ നിന്റെ ദേഷ്യവും അപമാനവും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അത് നിന്നോടൊപ്പം തന്നെ ശേഷിക്കും. ശാന്തതയോടും സ്ഥിരതയോടും കൂടിയ ഈ വാക്കുകൾ സുബന്ധുവിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടവും നിശബ്ദമായി. ആനന്ദനും മറ്റ് ശിഷ്യന്മാരും ബുദ്ധന്റെ വാക്കുകളിൽ അത്ഭുതം കൂറി അദ്ദേഹത്തെ നോക്കി. സുബന്ധു ആദ്യമായി തന്റെ ഉള്ളിൽ എന്തോ വിചിത്രമായ ഒരു അനുഭവം അറിഞ്ഞു. അത് നാണമാണോ, ആത്മപരിശോധനയാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് അയാൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമായിരുന്നു, തന്റെ വാക്കുകൾ ബുദ്ധനിൽ ഒരു സ്വാധീനവും ചെലുത്തിയിരുന്നില്ല. നേരെമറിച്ച് ബുദ്ധന്റെ വാക്കുകൾ തന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരുന്നു. പ്രഭാതസൂര്യൻ തലയ്ക്കു മുകളിൽ എത്തിയിട്ടും കവലയിൽ തളംകെട്ടിനിന്ന നിശബ്ദതയ്ക്ക് മാറ്റമുണ്ടായിരുന്നില്ല. ബുദ്ധന്റെ വാക്കുകൾ ഇപ്പോഴും വായുവിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദേഷ്യവും അപമാനവും സ്വീകരിക്കാതിരുന്നാൽ അത് നൽകുന്നവനിൽ തന്നെ ശേഷിക്കും. സുബന്ധു അവിടെ നിന്നു. പക്ഷേ അയാളുടെ കണ്ണുകളിൽ ഇപ്പോൾ ആ ദേഷ്യമുണ്ടായിരുന്നില്ല. അയാൾ നിശബ്ദനായി തലകുനിച്ച് മടങ്ങിപ്പോയി. ആൾക്കൂട്ടത്തിൽ ഒരു നിശബ്ദത തളംകെട്ടിനിന്നു. എല്ലാവരും ഒരു അത്ഭുതം കണ്ടതുപോലെ. ആളുകൾ മടങ്ങാൻ തുടങ്ങിയപ്പോൾ ബുദ്ധന്റെ ശിഷ്യനായ ആനന്ദന്റെ മനസ്സിൽ ചോദ്യങ്ങളുടെ ഒരു കൊടുങ്കാറ്റുയർന്നു. അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ ബുദ്ധന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, ഭഗവാനെ, എനിക്ക് മനസ്സിലാകുന്നില്ല. ആ മനുഷ്യൻ അങ്ങയെ അപമാനിക്കുകയായിരുന്നു, അങ്ങയെക്കുറിച്ച് അസഭ്യം പറയുകയായിരുന്നു. എന്നിട്ടും അങ്ങ് അവനോടൊന്നും പറഞ്ഞില്ല, ശാസിച്ചില്ല, ഒരു പ്രതികരണവും നൽകിയില്ല. അങ്ങ് എന്തിനാണ് അങ്ങനെ ചെയ്തത്? ബുദ്ധൻ ആനന്ദനെ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കരുണയും ക്ഷമയും ഒരുമിച്ചുണ്ടായിരുന്നു. അദ്ദേഹം പതിയെ ചോദിച്ചു, ആനന്ദ, ആരെങ്കിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് നിർബന്ധമാണോ? ആനന്ദൻ അല്പം മടിച്ചുകൊണ്ട് മറുപടി നൽകി, ഭഗവാനെ, ദേഷ്യം സ്വാഭാവികമല്ലേ? ഒരാൾ നിങ്ങളെ അപമാനിക്കുകയോ മോശമായി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം സഹിക്കുന്നത്? ഞാൻ ആ വ്യക്തിയോട് ദേഷ്യപ്പെട്ടുപോയിരുന്നു. ബുദ്ധൻ പുഞ്ചിരിച്ചു. അദ്ദേഹം ആനന്ദനോട് തന്റെ അടുത്തിരിക്കാൻ ആംഗ്യം കാണിച്ചു. ബുദ്ധൻ പറഞ്ഞു, ദേഷ്യം സ്വാഭാവികമല്ല, അതൊരു പ്രതികരണമാണോ? ഓരോ പ്രതികരണവും നമ്മുടെ മനസ്സിന്റെ തിരഞ്ഞെടുപ്പാണ്. ഞാൻ സുബന്ധുവിന്റെ വാക്കുകളിൽ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ അവനെപ്പോലെയാകുമായിരുന്നില്ലേ? എന്റെ മനസ്സ് അവന്റെ ദേഷ്യത്താൽ സ്വാധീനിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആനന്ദൻ ശ്രദ്ധയോടെ കേട്ടു. പക്ഷേ അവന്റെ ജിജ്ഞാസ കുറഞ്ഞില്ല. അവൻ വീണ്ടും ചോദിച്ചു, പക്ഷേ ഗുരു, അങ്ങേക്ക് ദുഃഖം തോന്നിയില്ലേ? ആ വ്യക്തി അങ്ങയെ നിന്ദിക്കുകയായിരുന്നു. അങ്ങേക്ക് ആ അപമാനം അനുഭവിക്കാൻ കഴിഞ്ഞില്ലേ? ബുദ്ധൻ ഒരു ദീർഘനിശ്വാസമെടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആനന്ദ, അപമാനം നമ്മളെ വേദനിപ്പിക്കുന്നത് നമ്മൾ അതിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. ആരെങ്കിലും തീ കൊണ്ടുവരികയും നമ്മൾ അതിന് വിറക് നൽകാതിരിക്കുകയും ചെയ്താൽ ആ തീ കത്തുമോ അതോ കെട്ടുപോകുമോ? ഞാനെപ്പോഴും കരുണയാണ് അഭ്യസിക്കുന്നത്. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുക എന്നതാണ് കരുണ. സുബന്ധുവിന്റെ വാക്കുകളിൽ അവന്റെ വേദന വ്യക്തമായിരുന്നു. അവൻ സ്വന്തം ഉള്ളിലെ സംഘർഷങ്ങളുമായി പോരാടുകയായിരുന്നു.
അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ അവന്റെ ദേഷ്യം എന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നത്? ആനന്ദന്റെ മുഖം ചിന്തയിലാണ്ടു. അവനൊരു ദീർഘനിശ്വാസമെടുത്തു പറഞ്ഞു, അപ്പോൾ ഇതിനർത്ഥം എല്ലാ അപമാനങ്ങളെയും നിന്ദകളെയും നമ്മൾ സഹിക്കണം എന്നാണോ ഗുരുവേ? ബുദ്ധന്റെ പുഞ്ചിരി കൂടുതൽ ആഴത്തിലായി. അദ്ദേഹം ആനന്ദന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ആനന്ദ, എല്ലാം സഹിക്കുന്നതും ഒരു കലയാണ്. എന്നാൽ അതിന്റെ ഉദ്ദേശം വെറും സഹനം മാത്രമല്ല, അത് നമ്മളെ ഉള്ളിൽ നിന്ന് ശക്തരാക്കുന്നു. നമ്മുടെ മനസ്സ് സ്ഥിരവും ശാന്തവുമാകുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയൂ. ഇന്ന് നീ കണ്ടില്ലേ, സുബന്ധു എന്നെ എത്രമാത്രം ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചോ, ഞാൻ അത്രയും ശാന്തനായി നിന്നു. എന്താണെന്നറിയാമോ? ആനന്ദൻ മറുപടിയായി തലയാട്ടിയതു മാത്രം. അവനത് മനസ്സിലാക്കണം എന്നുണ്ടായിരുന്നു. സുബന്ധു ഗ്രാമത്തിലെ നടപ്പാതയിലൂടെ പതിയെ നടക്കുകയായിരുന്നു. അവന്റെ കാൽവെപ്പുകൾക്ക് ക്ഷീണമുണ്ടായിരുന്നു. മനസ്സ് അശാന്തമായിരുന്നു. ബുദ്ധന്റെ ശാന്തമായ മറുപടി അവന്റെ ഉള്ളിൽ എന്തോ ഉണർത്തിയിരുന്നു. അതെന്താണെന്ന് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തന്റെ സ്വത്വമായി മാറിയിരുന്ന ദേഷ്യം ആദ്യമായി അവനൊരു ഭാരമായി തോന്നി. ഗ്രാമത്തിൽ നിന്ന് ദൂരെ ഒരു പഴയ ആൽമരമുണ്ടായിരുന്നു. സുബന്ധു അവിടെ പോയിരുന്നു. അവൻ മുഷ്ടി ചുരുട്ടി സ്വയം പറഞ്ഞു, എനിക്കിതെന്തു പറ്റുന്നു? ഞാൻ എപ്പോഴും ശരിയായിരുന്നു. ആളുകൾ എന്നെ ഭയക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നു. പക്ഷേ ഇന്ന് ആ തഥാഗതനു മുന്നിൽ ഞാൻ തോറ്റതായി എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? അവന്റെ ഉള്ളിലെ അഹങ്കാരം അവനെ കുത്തിനോവിച്ചു. എന്നാൽ ബുദ്ധന്റെ പുഞ്ചിരിയും വാക്കുകളും അവന്റെ ഓർമ്മകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. ഒരു സമ്മാനം സ്വീകരിച്ചില്ലെങ്കിൽ അത് നൽകുന്നവനിൽ തന്നെ ശേഷിക്കും. സുബന്ധുവിന്റെ മുഖത്ത് പെട്ടെന്ന് ഒരു അസ്വസ്ഥത തെളിഞ്ഞു. അവൻ സ്വയം ചോദിച്ചു, ഈ ദേഷ്യവും വൈരാഗ്യവും എന്റെ പക്കൽ തന്നെയാണോ അവശേഷിച്ചത്? ഞാനിത് മറ്റുള്ളവരുടെ മേൽ എറിയുന്നു, പക്ഷേ ഒരുപക്ഷെ അവരിത് ഒരിക്കലും ഏറ്റെടുത്തിട്ടുണ്ടാവില്ലേ? ഞാൻ തന്നെയല്ലേ ഇതിന്റെ ഭാരം ചുമക്കുന്നത്? അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ചുറ്റും നോക്കി. മരങ്ങളുടെ ഇലയനക്കവും പക്ഷികളുടെ കളകൂജനവും അവനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നതുപോലെ തോന്നി. എന്നാൽ അവന്റെ ഉള്ളിലെ കൊടുങ്കാറ്റ് അടങ്ങാൻ കൂട്ടാക്കിയില്ല. ആദ്യമായി അവൻ തന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. എന്തിനാണ് ഞാൻ എപ്പോഴും ദേഷ്യപ്പെട്ടിരുന്നത്? എന്തിനാണ് ഞാൻ എല്ലാവരെയും വേദനിപ്പിച്ചത്? എന്റെ അസ്തിത്വം തെളിയിക്കാൻ മറ്റുള്ളവരെ അപമാനിക്കേണ്ടി വരുന്നത്ര ദുർബലനാണോ ഞാൻ? ആൽമരത്തിനടിയിൽ ഇരുന്നുകൊണ്ട് സുബന്ധു പൊട്ടിക്കരഞ്ഞു. അവൻ തലമുട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിർത്താതെ ഒഴുകി. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് കോപത്തിലും അഹങ്കാരത്തിലും മുങ്ങിയിരുന്ന അതേ വ്യക്തിയായിരുന്നു ഇത്. ഇപ്പോൾ അവൻ തന്റെ സ്വന്തം ബലഹീനതകൾക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് സുബന്ധു തലയുയർത്തി. അവന്റെ മുഖം കണ്ണുനീരിൽ കുതിർന്നിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കമുണ്ടായിരുന്നു. അവൻ മനസ്സിൽ പറഞ്ഞു, എനിക്ക് തഥാഗതന്റെ അടുത്തേക്ക് തിരിച്ചുപോകണം. എനിക്ക് അദ്ദേഹത്തോട് മാപ്പു പറയണം. ഒരുപക്ഷേ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷേ ഈ ഭാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് എന്നെ മോചിപ്പിക്കാൻ കഴിഞ്ഞേക്കും. സുബന്ധു പതിയെ ഗ്രാമത്തിലേക്ക് കാൽവെച്ചു. ഓരോ ചുവടിലും അവന്റെ ഹൃദയം ഭാരം കുറഞ്ഞുവരുന്നതായി തോന്നി. ഇത് എളുപ്പമല്ലെന്ന് അവനറിയാമായിരുന്നു. ജനക്കൂട്ടത്തിനു മുന്നിൽ മാപ്പു പറയുക, തന്റെ അഹങ്കാരം തകർക്കുക, ഇതെല്ലാം അവന് അസാധ്യമായി തോന്നി. എന്നാൽ ബുദ്ധന്റെ കരുണ അവന് പുതിയൊരനുഭവം നേടാനുള്ള ധൈര്യം നൽകി. ഗ്രാമത്തിലെത്തിയപ്പോൾ ബുദ്ധൻ അപ്പോഴും അതേ സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അനുയായികളും ശാന്തരായി അദ്ദേഹത്തിന് ചുറ്റുമിരുന്നു. അവിടെ ശാന്തവും പവിത്രവുമായ ഒരന്തരീക്ഷം തളംകെട്ടിരുന്നു. സുബന്ധു ദൂരെ നിന്ന് ബുദ്ധനെ കണ്ടു. അദ്ദേഹത്തിന്റെ മുഖം അപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. പുഞ്ചിരിക്കുന്ന, ശാന്തമായ, ഗഹനമായ ഒരു മുഖം. സുബന്ധുവിന്റെ കാൽവെപ്പുകൾ പതിയെയായി. അവന്റെ ശ്വാസം വേഗത്തിലായി. മാപ്പു പറയാൻ ഞാൻ യോഗ്യനാണോ? അവൻ സ്വയം ചോദിച്ചു. പക്ഷെ പിന്നെ അവൻ സ്വയം ധൈര്യം സംഭരിച്ചു. ഇന്ന് ഞാൻ പോയില്ലെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും പോകില്ല. എനിക്കിത് ചെയ്യണം. സുബന്ധു ജനക്കൂട്ടത്തിനടുത്തെത്തി. തനിക്കൊരു സ്ഥലം കണ്ടെത്തി. എല്ലാവരും അവനെ കണ്ടു ഞെട്ടി. ആനന്ദൻ അവനെ കണ്ടപ്പോൾ അവന്റെ മുഖത്ത് ആശ്ചര്യം നിറഞ്ഞു. ഇവൻ വീണ്ടും വന്നല്ലോ. സുബന്ധു ബുദ്ധന്റെ അടുത്തേക്ക് പതിയെ ചെന്ന് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ഭഗവാനെ, എനിക്ക് അങ്ങയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സുബന്ധുവിന്റെ ശബ്ദത്തിൽ ഇപ്പോൾ ഒരുതരം ലജ്ജയുണ്ടായിരുന്നു. അവൻ തലകുനിച്ചു നിന്നു, ഹൃദയഭാരം പങ്കുവയ്ക്കാൻ വാക്കുകൾ തേടുന്നവനെപ്പോലെ. എന്നാൽ ബുദ്ധന്റെ ശാന്തത അവന് ധൈര്യം നൽകി. ബുദ്ധൻ അവനെ നോക്കി. എന്നിട്ട് പതിയെ പറഞ്ഞു, സുബന്ധു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. നിന്റെ ആത്മാവ് ഇപ്പോൾ ഒരാഴത്തിലുള്ള ആത്മപരിശോധനയിലാണ്. നിനക്ക് നിന്റെ ഉള്ളിലേക്കുള്ള യാത്ര പൂർത്തിയാക്കേണ്ടതുണ്ട്. സുബന്ധുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു. അവൻ പതിയെ പറഞ്ഞു, ഭഗവാനെ, എനിക്ക് എന്നോട് തന്നെ വെറുപ്പു തോന്നുന്നു. ഞാൻ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്ത എല്ലാവർക്കും ഒരുപക്ഷെ എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ എനിക്ക് എന്നോട് തന്നെ എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? എന്തു ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
അവന്റെ ശബ്ദത്തിൽ ഒരു വേദനയുണ്ടായിരുന്നു. അത് അവന്റെ ഉള്ളിലെ ആശയക്കുഴപ്പം പൂർണ്ണമായി വെളിപ്പെടുത്തി. ബുദ്ധൻ അവനെ ആഴത്തിൽ നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്ത് നേരിയൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ കരുണയോടുകൂടിയ പുഞ്ചിരി. അദ്ദേഹം താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, നിന്റെ വാക്കുകൾ, നിന്റെ കോപം, നിന്റെ അഹങ്കാരം, ഇതെല്ലാം നിന്റെ ഉള്ളിലെ അന്ധകാരത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഈ അന്ധകാരം നീ അത് നിന്റെ ബോധത്തിൽ നിന്ന് പുറത്താക്കുന്നതുവരെ നിലനിൽക്കും. സുബന്ധു തലകുനിച്ചു. ബുദ്ധൻ തുടർന്നു, നിന്റെ പ്രവൃത്തികൾക്ക് നിനക്കെങ്ങനെ ക്ഷമിക്കാൻ കഴിയുമെന്ന് നീ ചിന്തിക്കുന്നു. പക്ഷേ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം. നിന്റെ അന്ധകാരത്തിൽ നിന്ന് നിനക്ക് ഒളിച്ചോടാൻ കഴിയുമോ? സുബന്ധുവിന്റെ കണ്ണുകളിൽ ഒരു ചലനമുണ്ടായി. അവൻ ചിന്തിച്ചു, എന്നിട്ട് പതിയെ മറുപടി നൽകി, ഇല്ല ഭഗവാനെ, അന്ധകാരത്തിൽ നിന്ന് ഓടിപ്പോകാൻ സാധ്യമല്ല. എനിക്കതിനെ അഭിമുഖീകരിക്കണം. ബുദ്ധന്റെ കണ്ണുകളിൽ അഗാധമായ ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അതുതന്നെയാണ് സുബന്ധു. നിന്റെ ഉള്ളിലുള്ള അന്ധകാരം, നിന്റെ കോപം, നിന്റെ അഹങ്കാരം, നിന്റെ ഭയം, ഇതെല്ലാം നിന്റെ ആത്മാവിന്റെ നിഴലുകൾ മാത്രമാണ്. ഒരു ദിവസം നീ ഇതിനെ അഭിമുഖീകരിക്കുമ്പോൾ ഈ നിഴൽ പതിയെ മാഞ്ഞുപോകും. കാരണം പ്രകാശവും അന്ധകാരവും ഒരുമിച്ച് നിലനിൽക്കില്ല. സുബന്ധുവിന്റെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു പുതിയ തിളക്കമുണ്ടായി. അവൻ തന്റെ ഉള്ളിലെ അന്ധകാരത്തിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിനെ അഭിമുഖീകരിക്കേണ്ടിയിരുന്നുവെന്ന് അവന് മനസ്സിലായി തുടങ്ങി. ബുദ്ധൻ അവന്റെ വാക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ആഴത്തിലുള്ള മാർഗനിർദ്ദേശം നൽകാൻ തുടങ്ങി. നിന്റെ അന്ധകാരത്തിനുള്ളിലെ വേദന നിന്റെ ഉള്ളിൽ മാത്രമല്ല, ഇത് എല്ലാവരും സഹിക്കുന്നു. നിന്റെ വേദന നീ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദനയും നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. നിന്റെ ഉള്ളിലെ മുറിവുകളെ തിരിച്ചറിയുകയും അവയെ സുഖപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നിന്റെ കരുണ പ്രകടമാകൂ. സുബന്ധുവിന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ പതിയെ ചോദിച്ചു, ഭഗവാനെ, എനിക്കിത് ശരിക്കും മാറ്റാൻ കഴിയുമോ? ബുദ്ധന്റെ കണ്ണുകളിൽ അഗാധമായ ശാന്തതയുണ്ടായിരുന്നു. അവനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ മാറ്റം നിന്റെ ഉള്ളിൽ തന്നെയാണ് സുബന്ധു. നിനക്ക് നിന്റെ ചിന്തകൾ, നിന്റെ പ്രവൃത്തികൾ, നിന്റെ കാഴ്ചപ്പാട് എന്നിവ മാറ്റിക്കൊണ്ടു തുടങ്ങാം. മാറ്റം എപ്പോഴും ഉള്ളിൽ നിന്നാണ് വരുന്നത്. നീ നിന്നെത്തന്നെ മാറ്റുമ്പോൾ നിന്റെ ചുറ്റുമുള്ള ലോകവും മാറും. സുബന്ധു ഒരു ദീർഘനിശ്വാസമെടുത്തു. ബുദ്ധന്റെ വാക്കുകൾ അവന് ആത്മവിശ്വാസം നൽകിയപ്പോൾ തനിക്ക് ശരിക്കും എന്തെങ്കിലും മാറ്റാൻ കഴിയുമെന്ന് അവന് തോന്നി. തന്റെ ഉള്ളിലെ യുദ്ധം ജയിക്കാൻ അവൻ ഇപ്പോൾ തയ്യാറായിരുന്നു. സുബന്ധു ബുദ്ധന്റെ ഉപദേശങ്ങൾ പൂർണ്ണമായും ഹൃദയത്തിൽ സ്വീകരിച്ചിരുന്നു. തന്റെ യഥാർത്ഥ ശത്രു പുറത്തല്ല, തന്റെ ഉള്ളിലാണെന്ന് അവന് മനസ്സിലായിരുന്നു. തന്റെ അഹങ്കാരം, ദേഷ്യം, വെറുപ്പ്. ബുദ്ധന്റെ മാർഗനിർദ്ദേശം അവനെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിച്ചിരുന്നു. ഇപ്പോൾ അവൻ തന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ തയ്യാറായിരുന്നു. കുറച്ചു ദിവസങ്ങളായി സുബന്ധു തന്റെ ദിനചര്യ പൂർണ്ണമായും മാറ്റിയിരുന്നു. അവൻ മുൻപത്തെപ്പോലെ ദേഷ്യപ്പെട്ടിരുന്നില്ല. തന്റെ ഉള്ളിലെ അശാന്തിയെയും വെറുപ്പിനെയും അവനിപ്പോൾ ശാന്തതയും സഹാനുഭൂതിയും കൊണ്ട് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു ദിവസം സുബന്ധു ഗ്രാമത്തിലെ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഒരു പൊട്ടിയ പാത്രവുമായിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയെ കണ്ടു. കുട്ടി പരിഭ്രാന്തനായിരുന്നു. അവന്റെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. സുബന്ധു അവന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്തുപറ്റി? നീ എന്തിനാ പേടിക്കുന്നത്? കുട്ടി വിറച്ചുകൊണ്ട് പറഞ്ഞു, ഈ പാത്രം എനിക്ക് നന്നാക്കണമായിരുന്നു. പക്ഷേ അതിനിടയിൽ എന്റെ കൈകൊണ്ട് അത് കൂടുതൽ പൊട്ടിപ്പോയി. ഇപ്പോൾ ആളുകൾ എന്നെ വഴക്കു പറയുമോ എന്ന് ഞാൻ ഭയക്കുന്നു. സുബന്ധു കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി. താൻ ഒരു കാലത്ത് അനുഭവിച്ചിരുന്ന വേദനയാണ് ഈ കുട്ടി ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവന് ആദ്യമായി തോന്നി. സുബന്ധുവിന് തന്റെ ദേഷ്യം കാരണം ഭയന്നിരുന്ന അതേപോലെ ഈ കുട്ടിയും അപമാനിക്കപ്പെടുമോ എന്നും തന്റെ തെറ്റുകൾക്ക് പേടിപ്പിക്കപ്പെടുമോ എന്നും ഭയക്കുന്നു. സുബന്ധു പതിയെ കുട്ടിയെ തന്റെ അടുത്തേക്ക് വലിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, എല്ലാവർക്കും എപ്പോഴെങ്കിലും തെറ്റുകൾ പറ്റും. ഈ പാത്രം പൊട്ടിയത് ഒരു വലിയ കാര്യമല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ എന്തു പഠിക്കുന്നു എന്നതാണ് പ്രധാനം. ഇത് കേട്ട് കുട്ടി അല്പം ശാന്തനായി. സുബന്ധുവിന്റെ വാക്കുകൾ അവന് ആശ്വാസം നൽകി. സുബന്ധുവിന്റെ ശബ്ദത്തിൽ യഥാർത്ഥമായൊരു കരുണയുണ്ടായിരുന്നു. അത് ബുദ്ധന്റെ ഉപദേശങ്ങളുടെ ഫലമായിരുന്നു. സുബന്ധുവിന്റെ ഉള്ളിൽ അത്ഭുതകരമായ ഒരു മാറ്റം സംഭവിച്ചിരുന്നു. മുൻപ് അവൻ ആരുടെയെങ്കിലും ബലഹീനതയെ പരിഹസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ തുടങ്ങി. അവന് ആരോടും ദേഷ്യം തോന്നിയിരുന്നില്ല. മറിച്ച് ഓരോ വ്യക്തിയിലും അവൻ കരുണയും ധാരണയും കണ്ടു. അവൻ പതിയെ പതിയെ മാറിക്കൊണ്ടിരുന്നു. ഒരു പുതിയ ചിന്താഗതിയോടെ അവൻ ഓരോ സാഹചര്യത്തെയും നേരിടാൻ തുടങ്ങി. ഇപ്പോൾ അവന് സ്വയം വെറുപ്പില്ലായിരുന്നു. മറിച്ച് അവൻ സ്വയം അംഗീകരിക്കാനും മെച്ചപ്പെടുത്താനും ശ്രമിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിൽ മറ്റൊരു സംഭവം നടന്നു. ഗ്രാമത്തിലെ ഒരു വയസ്സായ വ്യക്തിക്ക് എന്തോ പ്രശ്നമുണ്ടായി. ചില ആളുകൾ അദ്ദേഹത്തെ സഹായിക്കുന്നതിനു പകരം പുച്ഛത്തോടെ നോക്കി. ഇത് കണ്ടപ്പോൾ സുബന്ധു ഒരു മടിയും കൂടാതെ ആ വൃദ്ധന്റെ അടുത്തേക്ക് ചെന്നു. അവൻ അദ്ദേഹത്തെ സഹായിക്കുകയും
ഒരാൾക്ക് സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം നൽകാനും കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയം എത്ര വലുതാകുമെന്ന് എല്ലാവർക്കും കാണിച്ചുകൊടുക്കുകയും ചെയ്തു. ഗ്രാമീണർ ഇപ്പോൾ സുബന്ധുവിനെ ഒരു പുതിയ രൂപത്തിലാണ് കണ്ടത്. മുൻപ് ദേഷ്യവും വെറുപ്പും നിറഞ്ഞ ആ വ്യക്തി ഇപ്പോൾ കരുണയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായി മാറിയിരുന്നു. യഥാർത്ഥ ശക്തി തന്റെ ഉള്ളിലെ അന്ധകാരത്തിൽ നിന്ന് പുറത്തുവരുന്നതിലാണെന്ന് സുബന്ധു ഇപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നു. അവന്റെ ഈ മാറ്റം പതിയെ അവന്റെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവനിപ്പോൾ ബുദ്ധന്റെ ഉപദേശങ്ങൾ പൂർണ്ണമായി പിന്തുടരാൻ തയ്യാറായിരുന്നു. അവൻ തന്റെ അഹങ്കാരം ഉപേക്ഷിച്ചു. അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ ഉത്സാഹവും സമാധാനവും ഉണ്ടായിരുന്നു. അന്ന് സുബന്ധുവിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. അവൻ മാറിയിരുന്നു. സമാധാനം ബാഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് നമ്മുടെ ആന്തരിക അവസ്ഥയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് അവനറിയാമായിരുന്നു. തന്റെ ഉള്ളിലെ ദേഷ്യവും വെറുപ്പും ഉപേക്ഷിച്ചാൽ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയുമെന്ന് ബുദ്ധന്റെ വാക്കുകളിൽ നിന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. ഒരു ദിവസം ബുദ്ധൻ സുബന്ധുവിനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. തന്റെ മുഴുവൻ യാത്രയെക്കുറിച്ചും ബുദ്ധനുമായി സംസാരിക്കാൻ സുബന്ധു തീരുമാനമെടുത്ത ദിവസം അതായിരുന്നു. അവൻ തലകുനിച്ച് പതിയെ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ചെയ്തത് തെറ്റാണെന്നെനിക്കറിയാം. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്വയം നന്നാക്കണം. നമ്മുടെ ഉള്ളിലെ സമാധാനമാണ് ബാഹ്യലോകവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇത് എളുപ്പമായിരിക്കില്ലെന്നെനിക്കറിയാം. അങ്ങെനിക്ക് കൂടുതൽ മാർഗനിർദ്ദേശം നൽകുമോ? ബുദ്ധൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആഴത്തിലുള്ള കരുണയോടെ മറുപടി നൽകി, സുബന്ധു, നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു പുതിയ ധാരണയും മാറ്റവുമുണ്ട്. ഇതാണ് നിന്റെ ഏറ്റവും വലിയ ചുവടുവെപ്പ്. പക്ഷേ ശ്രദ്ധിക്കുക, ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ നിന്റെ ഓരോ പ്രവൃത്തിയും ചിന്തയും ശുദ്ധമാകും. ഇതാണ് നിന്റെ ജീവിതത്തിന്റെ സന്ദേശം. ആന്തരിക സമാധാനമാണ് ബാഹ്യലോകത്തെ മാറ്റാനുള്ള ആദ്യപടി. സുബന്ധു ബുദ്ധന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ആഴത്തിലുള്ള സ്വാധീനം അവനറിഞ്ഞു. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നേടുന്നതിന് തന്റെ ഉള്ളിലെ അസ്വസ്ഥതകളെ ശാന്തമാക്കണമെന്ന് അവന് മനസ്സിലായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിൽ ഒരു വലിയ പ്രതിസന്ധിയുണ്ടായി. കനത്ത മഴക്കൃഷി നശിപ്പിച്ചു. കർഷകരും അവരുടെ കുടുംബങ്ങളും ദുരിതത്തിലായി. ഗ്രാമത്തിൽ വലിയ പരിഭ്രാന്തിയായിരുന്നു. ആളുകൾ പരസ്പരം കുറ്റപ്പെടുത്തുകയായിരുന്നു. ഈ സമയത്ത് സുബന്ധുബുദ്ധന്റെ ഉപദേശങ്ങൾ ഓർമ്മിച്ചു. ഒരു പടി മുന്നോട്ടുവെച്ച് അവൻ ഗ്രാമവാസികളുടെ അടുത്തേക്ക് പോയി. അവൻ അവരോട് പറഞ്ഞു, നോക്കൂ, നമ്മുടെയെല്ലാം ജീവിതത്തിൽ ദുരിതങ്ങൾ വരും. പക്ഷേ നമ്മൾ പരസ്പരം സഹായിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ ദുരിതത്തിൽ നിന്ന് പുറത്തുവരാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ ഉള്ളിലെ വെറുപ്പും ദേഷ്യവും ഉപേക്ഷിച്ച് ഒരുമിച്ച് ഈ പ്രതിസന്ധിയെ നേരിടണം. സുബന്ധുവിന്റെ വാക്കുകൾ ഗ്രാമത്തിലെ ആളുകളുടെ ഹൃദയങ്ങളിൽ സ്പർശിച്ചു. അവൻ മുൻപത്തെപ്പോലെ ദേഷ്യത്തിന്റെയും അക്രമത്തിന്റെയും വഴി സ്വീകരിച്ചില്ല, മറിച്ച് സമാധാനത്തെയും സഹകരണത്തെയും കുറിച്ച് സംസാരിച്ചു. പതിയെ ആളുകൾ അവന്റെ വാക്കുകൾ മനസ്സിലാക്കാനും ഒന്നിക്കാനും തുടങ്ങി. അവർ ഒന്നിച്ച് കർഷകരെ സഹായിക്കാനിറങ്ങി. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. സുബന്ധുവിന്റെ മാറ്റം ഇപ്പോൾ ഗ്രാമത്തിൽ വ്യക്തമായി കാണാമായിരുന്നു. അവൻ മുൻപത്തെപ്പോലെ ആളുകളെ കുറ്റപ്പെടുത്തുന്നതിനും വെറുക്കുന്നതിനും പകരം അവരോട് സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും പാത കാണിച്ചു. ഗ്രാമത്തിൽ ഇപ്പോൾ ഒരു പുതിയ പ്രതീക്ഷയും ധൈര്യവും ഉണർന്നു. ബുദ്ധൻ സുബന്ധുവിനെ നോക്കി പറഞ്ഞു, ഇതാണ് നിന്റെ ഏറ്റവും വലിയ സമ്മാനം സുബന്ധു. നിന്റെ ജീവിത സന്ദേശം ഇതുതന്നെയാണ്. ആന്തരികമായ ശാന്തിയും കരുണയും മാത്രമാണ് ജീവിതത്തിലെ യഥാർത്ഥ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ സഹായിക്കുന്നത്. സുബന്ധു കണ്ണടച്ചു. അവന്റെ ഉള്ളിൽ ആഴത്തിലുള്ള ഒരു സമാധാനം അനുഭവിച്ചു. ഈ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് അവനറിയാമായിരുന്നു. ജീവിതം ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളോടും വെല്ലുവിളികളോടും കൂടിയാണ് വരുന്നത്. എന്നാൽ നമ്മുടെ ഉള്ളിലെ സമാധാനവും സ്നേഹവും നിലനിർത്തുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഈ കഥയിൽ നിന്ന് ജീവിതത്തിൽ സമാധാനം, കരുണ, ആത്മപരിശോധന എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് എത്ര അത്യാവശ്യമാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. കോപം, അഹങ്കാരം, വെറുപ്പ് എന്നിവ നമ്മുടെ ഉള്ളിലെ ശത്രുക്കളാണെന്ന് ഗൗതമബുദ്ധൻ നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിയൂ. സുബന്ധുവിന്റെ മാറ്റം ഇത് തെളിയിക്കുന്നു. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മാറുമെന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതവും നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇതാണ് യഥാർത്ഥ വിജയം. നമ്മുടെ ഉള്ളിലെ സമാധാനം കണ്ടെത്തി ലോകത്ത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക. ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മനിർമ്മാണത്തിനുള്ള കഴിവുണ്ടെന്നും ശരിയായ മാർഗനിർദ്ദേശത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുമെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു.
നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്നേഹവും കരുണയും ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബുദ്ധന്റെ വാക്കുകളനുസരിച്ച് നിങ്ങളുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉപബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ ബോധമനസ്സിന് താഴെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഉപബോധ മനസ്സ്. നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും കാണുന്നതുമായ എല്ലാ കാര്യങ്ങളും ഇത് രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന, അനുഭവിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ശേഖരിക്കപ്പെടുന്നു. ഈ ഉപബോധ മനസ്സാണ് നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ചോദിക്കാതെ എടുക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ശേഖരിച്ച ഡേറ്റ, അതായത് ഉപബോധ മനസ്സ്, പ്രതികരിക്കുകയാണ്. നിങ്ങൾ കുട്ടിക്കാലം മുതൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കേട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഈ ചിന്ത നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉറച്ചുപോകും. പിന്നീട് നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നിങ്ങളുടെ മനസ്സ് എവിടെയെങ്കിലും വെച്ച് സ്വയം തടയും. ഇപ്പോൾ ചോദ്യമിതാണ്, ഈ മനസ്സിനെ നമുക്ക് മാറ്റാൻ കഴിയുമോ? നമ്മുടെ ഉപബോധ മനസ്സിനെ വീണ്ടും പ്രോഗ്രാം ചെയ്യാൻ കഴിയുമോ? ഈ അനിയന്ത്രിതമായ ശക്തിയെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ? ഉത്തരം അതെ, കഴിയും. മഹാത്മാഗാന്ധി മുതൽ സ്വാമി വിവേകാനന്ദൻ വരെ, ഗൗതമ ബുദ്ധൻ മുതൽ അർജുനൻ വരെ സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ചവർ അസാധ്യമായ കാര്യങ്ങളെല്ലാം സാധ്യമാക്കിയിട്ടുണ്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ ശക്തിയും വിജയവും സമാധാനവും നമ്മുടെ മനസ്സ് എത്രത്തോളം അച്ചടക്കമുള്ളതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന്. ഇന്നത്തെ ലോകത്ത് എല്ലാവരും സമ്മർദ്ദത്തിലാണ്. എന്തുകൊണ്ട്? കാരണം നമ്മുടെ മനസ്സ് ഒരേ സമയം 1000 കാര്യങ്ങൾ ചിന്തിക്കുന്നു. നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഏകാഗ്രമാകാനോ സമാധാനം അനുഭവിക്കാനോ കഴിയുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരിക്കലും തടഞ്ഞിട്ടില്ല, വെറുതെ ഓടാൻ അനുവദിച്ചു. ഇപ്പോൾ അതൊരു നിയന്ത്രണമില്ലാത്ത കുതിരയെപ്പോലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്: മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഒരു ബാഹ്യമായ കാര്യമല്ല, ഇത് ഒരു ആന്തരിക പരിശീലനമാണ്. ഇത് സാധ്യമാകുന്നത് നമ്മളിത് അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. അതെ, എന്റെ മനസ്സ് അലഞ്ഞുതിരിയുന്നു. അതെ, ഞാൻ അസ്ഥിരനാണ്. പക്ഷേ എനിക്ക് മാറാൻ കഴിയും. കാരണം മാറ്റം ആരംഭിക്കുന്നത് നിങ്ങൾ സ്വയം തിരിച്ചറിയുമ്പോഴാണ്. സ്വയം തിരിച്ചറിയുന്നതിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടൊപ്പം ഇരിക്കണം, അതിനെ കേൾക്കണം, എന്നിട്ടതിന് ദിശാബോധം നൽകണം. ഇപ്പോൾ എന്താണ് മനസ്സ്? അത് എങ്ങനെ പ്രവർത്തിക്കുന്നു? അതിന്റെ ശക്തി എത്രയാണ്? എന്തുകൊണ്ടാണ് അതിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിനെ വരുതിയിലാക്കാൻ സഹായിക്കുന്ന 5 നിശ്ചിത വഴികൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ പഠിക്കും. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും തിരിച്ചറിയുക, അവയെ അംഗീകരിക്കുക. നിങ്ങളുടെ വിധി സ്വയം എഴുതാൻ കഴിയുന്ന വ്യക്തി നിങ്ങളാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും തകർക്കാനും കഴിയുന്ന ഒരു ശക്തിയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ചിലപ്പോൾ നമ്മൾ പറയും, എന്റെ മനസ്സ് ശരിയല്ല, മനസ്സ് വളരെ അസ്വസ്ഥമാണ്, എല്ലാം ഉപേക്ഷിക്കാൻ തോന്നുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ, എന്താണ് ഈ മനസ്സ്? ഇത് നമ്മുടെ തലയിലിരിക്കുന്ന ഒരു വസ്തുവാണോ, അതോ നമ്മളെ എപ്പോഴും അങ്ങോട്ടുമിങ്ങോട്ടും വലിച്ചിഴയ്ക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണോ? ഇന്നത്തെ മനുഷ്യൻ ലോകത്തെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ സ്വന്തം മനസ്സ് തോറ്റുപോകുന്നു. സോഷ്യൽ മീഡിയ തുറന്നാൽ ശ്രദ്ധ മാറുന്നു. ജോലി ചെയ്യാനിരുന്നാൽ മനസ്സ് ഒഴികഴിവുകൾ കണ്ടെത്തുന്നു. ദേഷ്യം വരുമ്പോൾ മനസ്സ് തീയായി മാറുന്നു. പ്രണയത്തിലാകുമ്പോൾ അതേ മനസ്സ് നമ്മളെ അന്ധരാക്കുന്നു. അതുകൊണ്ട് മനസ്സ് നമ്മളെ എവിടെ എത്തിക്കുന്നു എന്നതല്ല ചോദ്യം. നമ്മൾ അതിനെ മനസ്സിലാക്കുന്നുണ്ടോ, അതോ അതിനെ നിശ്ശബ്ദനാക്കുന്നുണ്ടോ, അടിച്ചമർത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇന്ന് നമ്മൾ ആദ്യത്തെ ഫലപ്രദമായ മാർഗത്തെക്കുറിച്ച് സംസാരിക്കും. മനസ്സിനെ മനസ്സിലാക്കുക, അതിനെ അടിച്ചമർത്തരുത്. മനസ്സ് ഒരു ശത്രുവല്ല. മഹാഭാരതത്തിൽ അർജുനനെ ആശയക്കുഴപ്പത്തിലാക്കിയ അതേ മനസ്സാണിത്. ശ്രീകൃഷ്ണൻ ജ്ഞാനം നൽകി ശാന്തനാക്കിയതും ഇതേ മനസ്സിനെയാണ്. ബുദ്ധൻ പറയുമായിരുന്നു, മനസ്സാണ് എല്ലാം, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അങ്ങനെയായിത്തീരും. അതായത്, നിങ്ങളുടെ മനസ്സ് അശാന്തമാണെങ്കിൽ പുറം ലോകത്ത് നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ലഭിക്കില്ല. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് സ്ഥിരമായി നിൽക്കാൻ കഴിയും. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ അടിച്ചമർത്താൻ പഠിച്ചു. ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടരുതെന്ന് പറയുന്നു. പേടി തോന്നുമ്പോൾ പേടി കാണിക്കരുതെന്ന് പറയുന്നു. എന്നാൽ ഈ വികാരങ്ങളെ അടിച്ചമർത്തുന്നതുകൊണ്ട് അവ ഇല്ലാതാകുമോ? ഇല്ല, അവ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നു. ഒരു കുപ്പിയിൽ വാതകം നിറയ്ക്കുന്നതുപോലെ ഒരു സമയം വരും അത് പൊട്ടിത്തെറിക്കും. അതുപോലെ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും വേദനകളെയും വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനു പകരം അടിച്ചമർത്തുമ്പോൾ അവ ഉള്ളിൽ നിന്ന് നമ്മളെ തകർക്കാൻ തുടങ്ങുന്നു. മനസ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ള ആദ്യത്തെയും ഏറ്റവും വലിയതുമായ ചുവടുവെപ്പ് അതിനെ അറിയുക എന്നതാണ്, അതിനെ തിരിച്ചറിയുക എന്നതാണ്. മനസ്സ് ദുഃഖിതമാണെങ്കിൽ എന്തിന്? മനസ്സ് ദേഷ്യത്തിലാണെങ്കിൽ എന്ത് കാര്യത്തിൽ? മനസ്സ് അലയുകയാണെങ്കിൽ എന്ത് നഷ്ടപ്പെടുത്തി? നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഉണരുന്നു,
പക്ഷേ നമ്മുടെ മനസ്സിനോട് അത് എന്ത് അനുഭവിക്കുന്നു എന്ന് ചോദിക്കാറില്ല. നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നു, പക്ഷേ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നു. ഒരു ഉദാഹരണമെടുക്കുക. നിങ്ങൾ ഒരു മുറിയിൽ ഇരിക്കുകയാണെന്ന് കരുതുക. ഒരു കുട്ടി ആവർത്തിച്ച് കരയുന്നു. നിങ്ങൾ എന്തു ചെയ്യും? അവനെ അടിക്കുമോ? അതോ അവന്റെ കാര്യം മനസ്സിലാക്കുമോ? അവന്റെ കാര്യം കേൾക്കാത്തിടത്തോളം കാലം അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ചും ഉത്കണ്ഠ നൽകിയും മോശം ചിന്തകൾ കൊണ്ടുവന്നും കരയുകയാണ്. അതിന്റെ കാര്യം കേൾക്കേണ്ടത് ആവശ്യമാണ്, അതിനെ അടിച്ചമർത്തുകയല്ല ചെയ്യേണ്ടത്. ആധുനിക മനഃശാസ്ത്രം പറയുന്നു, അവയർനെസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഹീലിംഗ്. അവബോധമാണ് രോഗശാന്തിയുടെ ആദ്യപടി. പുരാതന ഇന്ത്യയിലെ ബ്രഹ്മജ്ഞാനം പറയുന്നു, സ്വധ്യാനം പരമം തപ, അതായത് ആത്മനിരീക്ഷണം ഏറ്റവും വലിയ തപസ്സാണ്. നമ്മുടെ മനസ്സ് ഓരോ നിമിഷവും എന്തെങ്കിലും ചിന്തിക്കുന്നു. ഒരു സാധാരണ വ്യക്തിയുടെ മനസ്സിൽ ഏകദേശം 60,000-ലധികം ചിന്തകൾ ദിവസവും വരുന്നു. ഇതിൽ 80% നെഗറ്റീവാണ്. ഇപ്പോൾ ചിന്തിക്കുക, ഈ ചിന്തകളെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ എന്താണ് ശരിയാക്കേണ്ടതെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാൻ കഴിയും? മനസ്സിനെ മനസ്സിലാക്കുക എന്നാൽ അതിന്റെ ഓരോ ചിന്തയെയും വികാരത്തെയും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾ ദുഃഖിതനാണെങ്കിൽ അത് അടിച്ചമർത്തുന്നതിനു പകരം സ്വയം പറയുക, അതെ, ഞാനിപ്പോൾ ദുഃഖിതനാണ്, ഇത് സാരമില്ല. നിങ്ങൾ ദേഷ്യത്തിലാണെങ്കിൽ സ്വയം പറയുക, അതെ, ഞാൻ ദേഷ്യത്തിലാണ്, പക്ഷേ എനിക്കിത് മനസ്സിലാക്കണം, ഇതെന്നെ പൊള്ളിക്കാതിരിക്കാൻ. ഇവിടെ നിന്നാണ് യഥാർത്ഥ നിയന്ത്രണം ആരംഭിക്കുന്നത്. ഈ നിയന്ത്രണത്തിന്റെ ആരംഭം ധ്യാനത്തിൽ നിന്നാണ്. ധ്യാനമെന്നാൽ വിധി കൂടാതെ നിരീക്ഷിക്കുക, ഒബ്സർവേഷൻ വിതൗട്ട് ജഡ്ജ്മെന്റ്. ശരിയോ തെറ്റോ എന്ന് ലേബൽ ചെയ്യാതെ വെറുതെ നോക്കുക. നിങ്ങളുടെ മനസ്സിനെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് അത് ശാന്തമാകാൻ തുടങ്ങും. നിങ്ങൾ അതിനെ അടിച്ചമർത്തുന്നത് നിർത്തുമ്പോൾ അത് നിങ്ങളുടെ വാക്ക് കേൾക്കാൻ തുടങ്ങും. കാരണം മനസ്സൊരു യന്ത്രമല്ല അതിനെ നിയന്ത്രിക്കാൻ. അത് ഒരു ജീവനുള്ള ശക്തിയാണ്. അതിനെ മനസ്സിലാക്കുന്നതിലൂടെ അത് നിങ്ങളുടെ കൂട്ടാളിയാകുന്നു. ബുദ്ധൻ പറഞ്ഞു, തന്റെ മനസ്സിനെ കീഴടക്കുന്നവൻ ആയിരക്കണക്കിന് യുദ്ധങ്ങൾ ജയിക്കുന്നവനേക്കാൾ വലിയ വിജയിയാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതയോ ഭയമോ ആശയക്കുഴപ്പമോ ഉണ്ടാകുമ്പോൾ അതിനെ അടിച്ചമർത്തരുത്. ഇരിക്കുക, എന്നിട്ട് സ്വയം ചോദിക്കുക, മനസ്സേ, എന്താണ് കാര്യം? അപ്പോൾ നിങ്ങൾ കാണും പതിയെ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നതെന്ന്, എങ്ങനെയാണ് അത് നിങ്ങളുടെ കൽപ്പനകളെ അനുസരിക്കാൻ തുടങ്ങുന്നതെന്ന്, എങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കാൻ തുടങ്ങുന്നതെന്ന്. മനസ്സിനെ മനസ്സിലാക്കുക, അടിച്ചമർത്തരുത്. ഈ ആദ്യത്തെ മാർഗം ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, ഇതൊരു ജീവിതരീതിയാണ്. ഈ ജീവിതരീതി നമ്മളെ ആത്മജ്ഞാനം, ആത്മനിയന്ത്രണം, ആത്മവികസനം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇതൊരു ആദ്യത്തെ ചുവടുവെപ്പാണ്. മനസ്സ് നമ്മുടെ യജമാനനല്ല, സേവകനായി മാറുന്ന ദിശയിലേക്ക് നമുക്ക് മുന്നോട്ടു പോകാൻ. കാരണം ഇതാണ് ജീവിതത്തിലെ യഥാർത്ഥ പോരാട്ടം. പുറം ലോകത്തെ മാറ്റുകയല്ല, മറിച്ച് ഉള്ളിലെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുക. മനസ്സിനെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം ഇതാണ്, മനസ്സ് അലയുമ്പോൾ അതിനെ എങ്ങനെ തിരിച്ചുകൊണ്ടുവരും? അതിനെ എങ്ങനെ ഏകാഗ്രമാക്കും? ചിട്ടയായതും ലക്ഷ്യബോധമുള്ളതുമായ ജീവിതത്തിലൂടെ മനസ്സിന് ദിശാബോധം നൽകുക. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ എവിടെയെല്ലാമാണ് കൊണ്ടുപോകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് മണിക്കൂറുകളോളം ചിന്തിക്കുക, കഴിഞ്ഞതിനെക്കുറിച്ച് ഖേദിക്കുക, വരാത്തതിനെക്കുറിച്ച് ആശങ്കപ്പെടുക. ഇതാണോ ജീവിതം? ഇതിനുവേണ്ടിയാണോ നമ്മൾ ജനിച്ചത്? അതോ നമ്മൾ നമ്മുടെ മനസ്സിനെ അത്രയും സ്വതന്ത്രമാക്കി വിട്ടതുകൊണ്ടാണോ അത് നമ്മുടെ ജീവിതത്തിന്റെ യജമാനനായി മാറിയത്? ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, കടിഞ്ഞാണില്ലാത്ത ഒരു കുതിര വേഗത്തിൽ ഓടുന്നു, പക്ഷേ അത് ശരിയായ ദിശയേക്കാൾ വിനാശകരമായ ദിശയിലേക്കാണ് പോകുന്നത്. അതുപോലെയാണ് നമ്മുടെ മനസ്സും. അത് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, അതിനൊരു ലക്ഷ്യമില്ലാതിരിക്കുമ്പോൾ, അത് വെറുതെയിരിക്കുമ്പോൾ. മനസ്സ് വെറുതെയിരിക്കുമ്പോൾ അത് നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവനാക്കുന്നു. സമാധാനമോ സ്ഥിരതയോ സന്തോഷമോ നൽകുന്നില്ല. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രണ്ടാമത്തെ ഫലപ്രദമായ മാർഗം ഇതാണ്: മനസ്സിനെ പ്രവർത്തിപ്പിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളെ വഴിതെറ്റിക്കും. ഗൗതമബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സാണ് എല്ലാം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ആയിത്തീരുമെന്ന്. എന്നാൽ ചോദ്യമിതാണ്, മനസ്സ് എന്തിനാണ് ചിന്തിക്കുന്നത്? ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ശരിയായി ചിന്തിക്കാത്തത്? ഇതിന് ലളിതമായ ഉത്തരമുണ്ട്. കാരണം നമ്മൾ അതിനെ ഒരു ജോലിയിലും ഏർപ്പെടുത്തിയിട്ടില്ല, ഒരു ദിശാബോധവും നൽകിയിട്ടില്ല. ഇന്ന് നമ്മുടെ മനസ്സ് അലയുന്നത് അതിന് സ്ഥിരമായ ഒരു ലക്ഷ്യം ലഭിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ രാവിലെ ഉണരുന്നു, എന്നിട്ട് ചിന്തിക്കാതെ ദിവസം മുഴുവൻ ജോലിയിൽ മുഴുകുന്നു. രാത്രിയിൽ ജീവിതത്തിൽ സംതൃപ്തിയില്ലെന്ന് പരാതിപ്പെടുന്നു. എന്തുകൊണ്ട്? കാരണം നമ്മൾ ചെയ്യുന്ന ജോലി ശരീരം മാത്രമാണ് ചെയ്യുന്നത്, മനസ്സല്ല. മനസ്സൊഴിവായിരിക്കുമ്പോൾ ഭയം വരുന്നു, ഉത്കണ്ഠ വരുന്നു, താരതമ്യം വരുന്നു, ദേഷ്യം വരുന്നു, ഒടുവിൽ ആത്മനിന്ദയും. മസ്തിഷ്കത്തിന്റെ ഒരു അത്ഭുതകരമായ സവിശേഷതയാണ് അതെപ്പോഴും സജീവമായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്.
ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിന് ഒരു സെക്കൻഡിൽ ദശലക്ഷക്കണക്കിന് ന്യൂറൽ കണക്ഷനുകൾ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ അതിന് ഒരു ലക്ഷ്യം നൽകാതിരുന്നാൽ അത് സ്വയം ഒരു ലക്ഷ്യമുണ്ടാക്കും. പലപ്പോഴും ആ ലക്ഷ്യം ദുഃഖമോ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ സ്വയം ദുർബലനാണെന്ന് തോന്നുന്ന വികാരമോ ആയിരിക്കും. ഇന്നത്തെ ലോകത്ത് ഇത് കൂടുതൽ അപകടകരമായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ദിവസം മുഴുവൻ മറ്റുള്ളവരുടെ ജീവിതം കാണുന്നു, എന്നിട്ട് നമ്മുടേതുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ മനസ്സു പറയുന്നു, നോക്കൂ, നീ ഒന്നുമല്ല, നിന്റെ പക്കലെന്താണുള്ളത്? നീ നിനക്ക് വേണ്ടി എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ? ഒരു കുട്ടി വർണ്ണാഭമായ ഒരു വസ്തുവിനെ കണ്ട് അതിനു പിന്നാലെ ഓടുന്നതുപോലെ മുന്നിൽ ഒരു അഗാധമായ കൊക്കയുണ്ടെന്നറിയാതെ നമ്മൾ ആ മനസ്സിന്റെ പിന്നാലെ പോകുന്നു. അതുകൊണ്ടാണ് മനസ്സിനെ പ്രവൃത്തിയിൽ ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നത്. വെറും പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ജോലിയായിരിക്കരുത്, മറിച്ച് ലക്ഷ്യബോധമുള്ളതും നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും തൃപ്തിപ്പെടുത്തുന്നതുമായ ഒരു ജോലി. രാവിലെ ഉണരുന്നതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ, ഭക്ഷണം കഴിക്കുന്നതു മുതൽ സംസാരിക്കുന്നതുവരെ ഓരോ പ്രവർത്തനത്തിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കുന്ന ഒരു ദിനചര്യ. മനസ്സിനോട് ഏത് സമയത്ത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ പതിയെ അത് അച്ചടക്കത്തിൽ വരാൻ തുടങ്ങും. മനസ്സിന് ദിശാബോധം നൽകുക എന്നതിനർത്ഥം അതിനെ വിനാശത്തിലേക്കല്ല, വികാസത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ വ്യാപൃതനാക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ അതിയായ ദുഃഖത്തിലാണെങ്കിൽ ആ സമയത്ത് മനസ്സിനെ ഒരു ജോലിയിൽ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ആ ദുഃഖം നിങ്ങളെ കാർന്നു തിന്നു. എന്നാൽ ആ സമയത്ത് നിങ്ങളുടെ ഊർജ്ജത്തെ ഏതെങ്കിലും ക്രിയാത്മകമായ കാര്യത്തിൽ, എഴുത്ത്, ചിത്രരചന, ധ്യാനം, വ്യായാമം എന്നിവയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതേ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഇന്നത്തെ കാലത്ത് പലരും ചെറിയ കാര്യങ്ങളിൽ പോലും തകർന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു, ജീവിതത്തിന്റെ രസം നഷ്ടമാകുന്നു. എന്തുകൊണ്ട്? കാരണം മനസ്സിന് വ്യക്തമായി ഒന്നും ചെയ്യാനില്ല. അത് ഒന്നുകിൽ ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ മുഴുകുന്നു. വർത്തമാനകാലം അത് കാണുന്നതേയില്ല. ഇപ്പോൾ ചോദ്യം ഇതാണ്: മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുമോ? ഉത്തരം ഇല്ലയെന്നാണ്. പക്ഷെ അതിനെ പരിശീലിപ്പിക്കാൻ കഴിയും. ഒരു കാട്ടാനയെ പതിയെ പതിയെ പരിശീലിപ്പിക്കുന്നതുപോലെ മനസ്സിനെയും പരിശീലിപ്പിക്കണം. പരിശീലനത്തിന് ഏറ്റവും അത്യാവശ്യം ലക്ഷ്യവും ദിനചര്യയുമാണ്. ഗൗതമബുദ്ധൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, ശരിയായ പ്രയത്നം, ശരിയായ ഓർമ്മ, ശരിയായ ഏകാഗ്രത എന്നിവയാണ് മനസ്സിനെ സ്ഥിരമാക്കുന്നത്. അതായത്, നമ്മുടെ ദിനചര്യയിൽ മാനസിക വ്യക്തതയും വൈകാരിക സമാധാനവും ആത്മീയ ഊർജ്ജവും നൽകുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ വരാൻ തുടങ്ങുന്നു. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സും മസ്തിഷ്കവും തമ്മിലുള്ള വ്യത്യാസമെന്താണ്? മസ്തിഷ്കം ഒരു ജൈവിക അവയവമാണ്, എന്നാൽ മനസ്സ് ഒരു അനുഭവമാണ്. മസ്തിഷ്കം ചിന്തിക്കുന്നു, മനസ്സ് അനുഭവിക്കുന്നു. ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു പൂർണ്ണ വ്യക്തിയാകുന്നത്. എന്നാൽ മനസ്സും മസ്തിഷ്കവും വ്യത്യസ്ത ദിശകളിലേക്ക് ഓടുമ്പോൾ ഉള്ളിൽ സംഘർഷം ആരംഭിക്കുന്നു. നമ്മുടെ ഉപബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ്, വളരെ ശക്തമാണ്. നിങ്ങളുടെ ശീലങ്ങൾ, ഓർമ്മകൾ, വികാരങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയെല്ലാം ശേഖരിക്കപ്പെടുന്ന സ്ഥലമാണിത്. നിങ്ങളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് ഉപബോധ മനസ്സിലേക്ക് പോകുന്നു. പിന്നീട് ആ പ്രവൃത്തി ചിന്തിക്കാതെ തന്നെ സംഭവിക്കാം. അതുകൊണ്ടാണ് എല്ലാ ദിവസവും നിങ്ങളുടെ മനസ്സിനെ ഏതെങ്കിലും സർഗാത്മകവും ലക്ഷ്യബോധവുമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാക്കിയാൽ അത് പതിയെ നിങ്ങളുടെ ശീലമായി മാറും. അപ്പോൾ മനസ്സ് വഴിതെറ്റുകയേയില്ല. കാണുന്നതിലും കേൾക്കുന്നതിലും കഴിക്കുന്നതിലുമെല്ലാം സംയമനം പാലിച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. വലിയൊരു ജോലിയൊന്നും ചെയ്യാതെ തന്നെ ദിവസാവസാനം നമ്മൾ ക്ഷീണിതരാകുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വ്യക്തമായ ഒരു കാരണവുമില്ലാതെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും അസ്വസ്ഥതയും പിരിമുറുക്കവും നിറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു അവസാനമില്ലാത്തത് എന്തുകൊണ്ടാണ്? എന്തിനാണ് നമ്മൾ സ്വന്തം മനസ്സിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളിന്മേലുള്ള നിയന്ത്രണമില്ലായ്മയാണത്. അതെ, കാണാൻ കൊതിക്കുന്ന കണ്ണുകൾ, കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാതുകൾ, സ്വാദിനു പിന്നാലെ പായുന്ന നാവ്, ഈ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണാതീതമാകുമ്പോൾ മനസ്സിനും കടിഞ്ഞാണില്ലാതാകും. അങ്ങനെ മനസ്സ് നിയന്ത്രണമില്ലാതെയാകുമ്പോൾ ജീവിതം ദിശയില്ലാത്തതായി മാറും. ഇന്ന് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മൂന്നാമത്തെ ഫലപ്രദമായ മാർഗത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സ് സ്വയം ശാന്തമാകും. ഇതൊരു വെറും വാക്യം മാത്രമല്ല, ഒരു സമ്പൂർണ്ണ ജീവിതശൈലിയുടെ സാരമാണിത്. ഇന്നത്തെ മനുഷ്യനെല്ലാം അറിയാനും കാണാനും കേൾക്കാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കണ്ണുകൾ എപ്പോഴും ഉറപ്പിച്ചിരിക്കുന്നു. എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ചെവികളിൽ എപ്പോഴും ശബ്ദം, സംഗീതം, ഗോസിപ്പുകൾ, അസംബന്ധങ്ങൾ. നാവിനെ ശാന്തമായിരിക്കാൻ അനുവദിക്കാതെ ഓരോ 2 മണിക്കൂറിലും എന്തെങ്കിലും കഴിക്കാൻ കൊതിക്കുക. പുളിച്ചതോ മധുരമുള്ളതോ പുതിയതോ ആയ എന്തെങ്കിലും.
ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്കൊരിക്കലും ക്ഷീണമില്ലെങ്കിൽ മനസ്സിനും വിശ്രമം ലഭിക്കില്ലെന്ന് മനുഷ്യൻ മറന്നുപോവുകയാണ്. മനസ്സും ഇന്ദ്രിയങ്ങളും ഒരു വണ്ടി പോലെയാണ്. ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്, മനസ്സോ ആ വണ്ടിയുടെ സാരഥിയും. കുതിരകൾ നിയന്ത്രണാതീതമായാൽ സാരഥി എത്ര നല്ലവനാണെങ്കിലും വണ്ടിക്ക് അപകടം സംഭവിക്കാം. നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും നാവിനും ചർമ്മത്തിനും മൂക്കിനും നമ്മൾ ഒരു കടിഞ്ഞാൺ നൽകാതിരുന്നാൽ മനസ്സ് ശാന്തമായിരിക്കുമെന്ന് പറയുന്നത് ഒരു മിഥ്യാബോധമായിരിക്കും. സംയമനം എന്നാൽ ത്യാഗമല്ല, മറിച്ച് വിവേകത്തോടെ ഉപയോഗിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, ഭക്ഷണം വയറു നിറയെ കഴിക്കുക, സ്വാദിനുവേണ്ടി മാത്രം കഴിക്കരുത്. അത്യാവശ്യമുള്ളത് മാത്രം കാണുക. എല്ലാം അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അറിവിനെയോ ആത്മാവിനെയോ ഉയർത്തുന്നത് മാത്രം കേൾക്കുക. എല്ലാ ഗോസിപ്പുകളിലും എന്തിനാണ് താൽപര്യം കാണിക്കുന്നത്? ഇന്ന് നമ്മളെല്ലാം അറിയാൻ കൊതിക്കുന്നു. ആരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ആരെന്ത് വസ്ത്രം ധരിച്ചു, ആരെങ്ങോട്ട് പോകുന്നു, ആരെന്ത് കഴിക്കുന്നു, ഇതൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഇത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വിശപ്പ് മാത്രമാണ്. ഈ വിശപ്പിന് നമ്മൾ എല്ലാ തവണയും ഭക്ഷണം നൽകുകയാണെങ്കിൽ മനസ്സിന് ഒരിക്കലും സ്ഥിരത കൈവരിക്കാൻ കഴിയില്ല. ഗൗതമബുദ്ധൻ ഇപ്രകാരം പറയുമായിരുന്നു: തന്റെ കണ്ണുകളെ സംയമനത്തിൽ നിർത്താൻ കഴിവുള്ളവനാണ് യഥാർത്ഥ ജ്ഞാനി. ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്നത് എങ്ങനെയാണ് മനസ്സിനെ അശാന്തമാക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഒരാൾ തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോൾ അവൻ സ്വന്തം മനസ്സിന്റെ യജമാനനായി മാറുന്നു. ഇന്നെല്ലാവരും പറയുന്നു, മനസ്സ് വല്ലാതെ അലയുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, ഉറക്കം വരുന്നില്ല, സമാധാനം ലഭിക്കുന്നില്ല എന്നു. എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ്: നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ നമ്മൾ ശരിക്കും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതോ അതിനെ കൂടുതൽ വിഷമിപ്പിക്കുകയാണോ? ദിവസം മുഴുവൻ മൊബൈൽ സ്ക്രീനിൽ കണ്ണും നട്ട്, രാത്രിയിൽ ചെവിയിൽ ഇയർഫോണും വെച്ച്, വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കാൻ കൊതിച്ച്, എല്ലാ കാര്യങ്ങളിലും തലയിട്ട്, ഓരോ വാർത്തയോടും പ്രതികരിച്ച്, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ദിവസം മുഴുവൻ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് സ്ഥിരവും ശാന്തവുമാകാനും ആഴത്തിൽ പ്രവർത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അച്ചടക്കത്തിൽ കൊണ്ടുവരണം. ഇതിനർത്ഥമെല്ലാം ഉപേക്ഷിക്കണമെന്നല്ല, മറിച്ച് എപ്പോൾ, എന്ത്, എത്രത്തോളം അത്യാവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാവിലെ ഉണർന്നയുടൻ എന്തിനാണ് മൊബൈൽ തുറക്കുന്നത്? ഓരോ നോട്ടിഫിക്കേഷനിലും എന്തിനാണ് ശ്രദ്ധിക്കുന്നത്? ഓരോ വൈറൽ വീഡിയോയും എന്തിനാണ് കാണുന്നത്? ഓരോ ഭക്ഷണത്തോടുള്ള ആഗ്രഹവും എന്തിനാണ് പൂർത്തിയാക്കുന്നത്? നിങ്ങൾ മനസ്സിനോട് ഞാൻ ഇനി എല്ലാ ആഗ്രഹങ്ങൾക്കും വഴങ്ങില്ല എന്ന സൂചന നൽകിത്തുടങ്ങുമ്പോൾ അത് പതിയെ നിങ്ങളുടെ വാക്കുകൾക്ക് വഴങ്ങിത്തുടങ്ങും. കാരണം എല്ലാ ആഗ്രഹങ്ങളെയും അനുസരിക്കുന്നത് അതിനെ ദുർബലമാക്കുമെന്ന സത്യം മനസ്സിനുമറിയാം. ഇന്ദ്രിയങ്ങൾ സംയമിതമാകുമ്പോൾ ധ്യാനത്തിൽ സ്ഥിരത വരുന്നു, ചിന്തകളിൽ വ്യക്തത വരുന്നു, ജീവിതത്തിൽ സന്തോഷം സ്വയമേവ ഒഴുകിത്തുടങ്ങുന്നു. അതുകൊണ്ട് അടുത്ത തവണ മനസ്സലയുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നതിനു മുൻപ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലേക്ക് നോക്കുക. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും കേൾക്കാതിരിക്കാനുള്ള ശീലം നിങ്ങൾക്കുണ്ടോ? നാവിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ ആരംഭിക്കുക. എല്ലാ ദിവസവും കുറേശ്ശെ കടിഞ്ഞാണിടുക. പതിയെ പതിയെ മനസ്സ് സ്വയം ശാന്തമാകും. കാരണം പുറത്തെ ശബ്ദം കുറയുമ്പോൾ മാത്രമാണ് ഉള്ളിലെ ശാന്തത കേൾക്കാൻ കഴിയുന്നത്. ഇതാണ് മൂന്നാമത്തെ ഫലപ്രദമായ മാർഗം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. മനസ്സ് സ്വയം നിങ്ങളുടേതാകും. ഇന്ദ്രിയങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അടുത്ത ചോദ്യം ഇതാണ്: നമ്മുടെ ദിനചര്യ ഇത്രയധികം ക്രമരഹിതമായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൽ സംയമനം കൊണ്ടുവരിക? മനസ്സിനെ സ്ഥിരവും ശാന്തവുമാക്കാൻ കഴിയുന്ന ഒരു ജീവിതശൈലി എങ്ങനെയുണ്ടാക്കും? അടുത്ത മാർഗത്തിൽ നമ്മൾ ഇതിനുള്ള ഉത്തരം കണ്ടെത്തും. അത് നിങ്ങളുടെ ദിവസത്തിന് ദിശാബോധം നൽകുകയും മനസ്സിന് ഒരു പുതിയ ഊർജ്ജം നൽകുകയും ചെയ്യും. ഓരോ ചെറിയ കാര്യത്തോടും പ്രതികരിക്കുന്നത് മനസ്സിനെ അശാന്തമാക്കും. ക്ഷമ മനസ്സിനെ ശക്തമാക്കുന്നു. നമ്മുടെ മനസ്സ് ഏറ്റവും അശാന്തമാകുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആരുടെയെങ്കിലും വാക്കുകളോട് പെട്ടെന്ന് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ, ചെറിയ കാര്യങ്ങളിൽ ദേഷ്യം വരുമ്പോൾ, ആ സമയത്ത് നിശബ്ദമായിരിക്കുന്നത് കൂടുതൽ ശരിയാണെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയാതിരിക്കുമ്പോൾ, ഇവിടെയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ തെറ്റുപറ്റുന്നത്. കാരണം നമ്മൾ എത്ര വേഗത്തിൽ പ്രതികരിക്കുന്നുവോ അത്രയും വേഗത്തിൽ മനസ്സിന്റെ സന്തുലിതാവസ്ഥയും നഷ്ടപ്പെടുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള 5 ഫലപ്രദമായ മാർഗങ്ങളിൽ 4ാമത്തേതിനെക്കുറിച്ചാണ്. സ്വഭാവത്തിൽ ക്ഷമയും സഹനശക്തിയും വളർത്തുക. ഈ മാർഗം എത്ര സാധാരണമായി തോന്നുന്നുവോ അത്ര തന്നെ ആഴമേറിയതും ഫലപ്രദവുമാണ്. കാരണം നമ്മുടെ സ്വഭാവത്തിൽ ക്ഷമയില്ലെങ്കിൽ ഓരോ ചെറിയ കാര്യവും നമുക്ക് വലുതായി തോന്നും. ആരുടെയെങ്കിലും ഒരു ചെറിയ വാക്ക്, ഒരു കടുപ്പമുള്ള സ്വരം, അല്ലെങ്കിൽ അവഗണന, ഇതെല്ലാം നമ്മളെ ഉള്ളിൽ നിന്ന് ഉലയ്ക്കും. ഉള്ളിൽ ഇളക്കം തട്ടുമ്പോൾ പുറം ലോകത്തിലെ നമ്മുടെ ജീവിതം മുഴുവൻ അസ്വസ്ഥമാകും. ക്ഷമയെന്നാൽ മനസ്സിനെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കുന്ന കലയാണ്. സഹനശക്തി എന്നാൽ നമ്മുടെ ഊർജ്ജത്തെ ശരിയായ ദിശയിൽ ഒഴുകാൻ അനുവദിക്കുന്ന ശക്തിയാണ്.
ചിന്തിച്ചു നോക്കൂ, ഒരു നദിക്ക് വഴി തെറ്റിയാൽ പ്രളയമുണ്ടാകും. എന്നാൽ അതേ നദി ദിശയിൽ ഒഴുകുകയാണെങ്കിൽ അത് ജീവൻ നൽകുന്നു. നമ്മുടെ മനസ്സും അതുപോലെയാണ്. ക്ഷമയില്ലെങ്കിൽ ചിന്തകളുടെ പ്രളയം നമ്മളെ ഒഴുക്കിക്കൊണ്ടുപോകും. എന്നാൽ ക്ഷമയുണ്ടെങ്കിൽ അതേ മനസ്സ് നമ്മുടെ ജീവിതത്തിന് ശാന്തിയും സ്ഥിരതയും നൽകും. എന്നാൽ ചോദ്യം ഇതാണ്, ഇത് ശരിക്കും സാധ്യമാണോ? ദൈനംദിന ജീവിതത്തിൽ ക്ഷമയും സഹനശക്തിയും സ്വഭാവത്തിൽ കൊണ്ടുവരാൻ നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. അതിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ് സ്വയം നിയന്ത്രിക്കുക എന്നതാണ്. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ, നിങ്ങൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഒരു ദീർഘനിശ്വാസം എടുക്കുക. ഒന്നും പറയരുത്. എന്നിട്ട് സ്വയം പറയുക, എനിക്ക് ഇതിന് ഇപ്പോൾ പ്രതികരിക്കേണ്ടതില്ല. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഊർജം മാറുന്നത് നിങ്ങൾക്കനുഭവപ്പെടും. ക്ഷമയെന്നാൽ നിങ്ങൾ ദുർബലനാണെന്നോ നിങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയില്ലെന്നോ അർത്ഥമില്ല. ക്ഷമയെന്നാൽ ആ നിമിഷം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ അടിമയല്ല എന്നാണ്. നിങ്ങൾ ശാന്തിയുടെയും വിവേകത്തിന്റെയും നിയന്ത്രണത്തിന്റെയും തീരുമാനമെടുക്കുകയാണ്. ഇത് വളരെ വലിയൊരു വിജയമാണ്. ഈ വിജയം ആവർത്തിക്കുമ്പോൾ അത് സ്വഭാവമായി മാറും. ഇന്നത്തെ ലോകത്ത് ആളുകൾ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പെട്ടെന്ന് മറുപടി വേണം, പെട്ടെന്ന് തീരുമാനം വേണം, പെട്ടെന്ന് ഫലം വേണം. എന്നാൽ ഏറ്റവും വലിയ മാറ്റങ്ങൾക്കും ഏറ്റവും വലിയ തിരിച്ചറിവിനും ഏറ്റവും ശക്തമായ ആത്മാവിനും സമയമെടുക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സമയത്തോടൊപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ക്ഷമയാണ്. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ കളിയാക്കും, ചിലപ്പോൾ നിങ്ങളെ നിന്ദിക്കും, ചിലപ്പോൾ നിങ്ങളെ അവഗണിക്കും. ആ സമയത്ത് മനസ്സ് ഉടൻ തന്നെ മറുപടി നൽകാൻ ആഗ്രഹിക്കും, രൂക്ഷമായതോ കൈപേറിയതോ ആയ ഒന്ന്. എന്നാൽ നിങ്ങൾ സ്വയം നിയന്ത്രിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കി. ഇതാണ് യഥാർത്ഥ സമാധാനം. ശ്രദ്ധിക്കുക, സഹനശക്തി എന്നാൽ ഏതെങ്കിലും അനീതിയെ സഹിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ മാനസിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തരുത് എന്നാണ്. ആവശ്യമുള്ളപ്പോൾ തീർച്ചയായും ശബ്ദമുയർത്തുക, പക്ഷേ എല്ലാ കാര്യത്തിലും വേണ്ട. എല്ലാ കാര്യങ്ങളും ഒരു യുദ്ധമല്ല. പലപ്പോഴും നിശബ്ദമായിരിക്കുന്നത് ഏറ്റവും വലിയ ഉത്തരമാണ്. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ജീവിതം, നമ്മുടെ തീരുമാനങ്ങൾ ഇതെല്ലാം മെച്ചപ്പെടണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. നമ്മൾ ക്ഷമയെയും സഹനശക്തിയെയും നമ്മുടെ ശക്തിയാക്കുമ്പോഴാണ് മനസ്സ് ശാന്തമാകുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ആരെങ്കിലും നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുമ്പോൾ സ്വയം ഒരു കാര്യം മാത്രം പറയുക, ഞാൻ എന്റെ മനസ്സിന്റെ യജമാനനാണ്, അടിമയല്ല. ഇതൊരു ചെറിയ വാക്യമാണ്, എന്നാൽ ഇതിൽ ഒരു വലിയ തത്വചിന്ത ഒളിഞ്ഞുകിടക്കുന്നു. ഇപ്പോൾ ചിന്തിക്കൂ, ഈ ഗുണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കുകയാണെങ്കിൽ എത്ര പ്രശ്നങ്ങൾ, എത്ര തെറ്റിദ്ധാരണകൾ, എത്ര ആശയക്കുഴപ്പങ്ങൾ സ്വയമേവ അപ്രത്യക്ഷമാകും. കാരണം മിക്ക പ്രശ്നങ്ങളും നമ്മുടെ തിടുക്കത്തിൽ നിന്നും, നമ്മുടെ പ്രതികരണങ്ങളിൽ നിന്നും, നമ്മുടെ അക്ഷമയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. മനസ്സ് ഇവയിൽ നിന്നെല്ലാം മുക്തമാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സമാധാനം, യഥാർത്ഥ സന്തോഷം, ആഴത്തിലുള്ള സ്ഥിരത എന്നിവ നമ്മുടെ ജീവിതത്തിലെത്തുന്നത്. ക്ഷമയും സഹനശക്തിയും എത്ര വലിയ ശക്തിയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായതുകൊണ്ട് അടുത്ത മാർഗം ഇതിലും രസകരവും പ്രധാനപ്പെട്ടതുമാണ്. അത് മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിനുള്ള മറ്റൊരു ഉറച്ച ചുവടുവെപ്പാണ്. മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകലം പാലിച്ച് മനസ്സിനെ ആരോഗ്യത്തോടെ നിലനിർത്താൻ കഴിയും. ദിവസത്തിന്റെ തുടക്കം എത്ര നല്ലതായിരുന്നിട്ടും പെട്ടെന്നൊരു വാക്ക്, ഒരു വ്യക്തി, ഒരു ചെറിയ കൂടിക്കാഴ്ച, ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതയിലേക്ക് തള്ളിവിടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില ആളുകളുടെ സാന്നിധ്യം തന്നെ മനസ്സിന് ഭാരമായി തോന്നാറുണ്ടെന്ന് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇന്ന് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള അഞ്ചാമത്തെ ഫലപ്രദമായ മാർഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നെഗറ്റീവ് ആളുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക. നമ്മുടെ മനസ്സ് ഒരിക്കൽ സജ്ജീകരിച്ചാൽ എപ്പോഴും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമല്ല. മനസ്സ് അതിലോലമായതും എന്നാൽ അങ്ങേയറ്റം ശക്തവുമായ ഒരു ഊർജ്ജമാണ്. അത് ചുറ്റുമുള്ള അന്തരീക്ഷത്താൽ ആഴത്തിൽ സ്വാധീനിക്കപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അപകടം നെഗറ്റിവിറ്റി അഥവാ നെഗറ്റീവ് ചിന്തകളാണ്. ഇത് പതിയെ നമ്മുടെ ആത്മവിശ്വാസത്തെയും ചിന്തകളെയും മാനസിക സമാധാനത്തെയും കാർന്നുതിന്നുന്ന ഒരു മന്ദവിഷമാണ്. നമ്മളത് തിരിച്ചറിയാറുമില്ല. പലപ്പോഴും നമ്മളിങ്ങനെ ചില ആളുകൾക്കിടയിൽ കുടുങ്ങിപ്പോകുന്നു. അവർ എപ്പോഴും മറ്റുള്ളവരിൽ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവർ, വാക്കുകളിലൂടെ പരിഹസിക്കുന്നവർ, സ്വന്തമായി ഒന്നും ചെയ്യാത്തവർ, പക്ഷേ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ. വിമർശിക്കുക, പരാതി പറയുക, ഭയം പ്രചരിപ്പിക്കുക, മറ്റുള്ളവരുടെ സന്തോഷം കവർന്നെടുക്കുക എന്നിവയാണ് അവരുടെ ജോലി. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എല്ലാ ദിവസവും അത്തരം ആളുകൾക്കിടയിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായി നിലനിൽക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ശാന്തമായിരിക്കാൻ കഴിയുമോ? നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും നിങ്ങൾ തെറ്റായി ചിന്തിക്കുന്നുവെന്നും ഈ ആളുകൾ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ രീതി തെറ്റാണ്.
തുടക്കത്തിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കാനും മാറ്റാനും ശ്രമിക്കുന്നു. എന്നാൽ പതിയെ നിങ്ങൾ ക്ഷീണിക്കാൻ തുടങ്ങുന്നു, ഒടുവിൽ അവരെപ്പോലെ തന്നെ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇതാണ് അപകടകരമായ വഴിത്തിരിവ്. ഇവിടെ വെച്ച് നമ്മുടെ മനസ്സ് ദുർബലമാകാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ചുവടുവെപ്പ് ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെയാണ് ദിവസവും കുറേശ്ശെയായി നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്നതെന്ന് തിരിച്ചറിയുക. ഓരോ തവണ കണ്ടുമുട്ടിയ ശേഷവും നിങ്ങളുടെ മനസ്സിനെ ശൂന്യവും ദുഃഖിതവും ദേഷ്യവും നിറഞ്ഞതാക്കുന്നവർ ആരാണെന്നും ആരോട് സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ ദിവസം മോശമാകുന്നതെന്നും നെഗറ്റീവായ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതിനർത്ഥം അവരുമായി വഴക്കിടുകയോ അവരെ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുക എന്നല്ല. തീർച്ചയായും അങ്ങനെയല്ല. ഇതിനർത്ഥം സ്വയം സംരക്ഷിക്കുക എന്നതാണ്. ഒരു കാര്യം നമ്മളെ ദോഷകരമായി ബാധിക്കുമ്പോൾ അതിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ, അല്ലാതെ അത് സഹിച്ചുകൊണ്ടിരിക്കുകയല്ലല്ലോ. ഇത് മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നില്ല. നെഗറ്റീവായ കാര്യങ്ങൾ, വാർത്തകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ദിവസം മുഴുവൻ പരാതികൾ മാത്രം പറയുന്ന, ഭയം പ്രചരിപ്പിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ മലിനമാക്കുന്നു. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് ആദ്യം മൊബൈൽ തുറക്കുന്നു. അവിടെ കാണുന്നത് രാജ്യത്തിന്റെ അവസ്ഥ മോശമാണ്, തൊഴിലില്ലായ്മ കൂടുന്നു, ഒരു വലിയ അപകടം സംഭവിച്ചു എന്നൊക്കെയാണ്. ദിവസത്തിന്റെ തുടക്കം തന്നെ ഭയം, ഉത്കണ്ഠ, ദേഷ്യം എന്നിവയോടെയാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് നല്ലത് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഒരു മാർഗമുണ്ട്. നിങ്ങളെ തളർത്തുന്ന ആളുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമായി സൂക്ഷിക്കാൻ പുറത്തുനിന്ന് മാലിന്യം വരാൻ അനുവദിക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി വരുന്നത് ചിലപ്പോൾ നെഗറ്റീവായ ആളുകൾ നമ്മുടെ വളരെ അടുത്തവരായിരിക്കും എന്നതാണ്. അതായത് ചിലപ്പോൾ കുടുംബത്തിൽ, സുഹൃത്തുക്കളിൽ, ബന്ധുക്കളിൽ. പക്ഷേ ഓർക്കുക, അകലം എന്നതിനർത്ഥം ശാരീരിക അകലം മാത്രമല്ല, മാനസിക അകലവും ആവശ്യമാണ്. നിങ്ങൾ അവരോടൊപ്പം നിൽക്കുക, പക്ഷേ അവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം നൽകരുത്. അവർക്ക് മറുപടി നൽകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിന് മാത്രം മറുപടി നൽകുക. ഇതിന് മറ്റൊരു വശമുണ്ട്. നമ്മൾ നെഗറ്റിവിറ്റിയാൽ ചുറ്റപ്പെടുമ്പോൾ പതിയെ നമ്മൾ സ്വയം അതുപോലെ സംസാരിക്കാനും ചിന്തിക്കാനും തുടങ്ങുന്നു. നമ്മളും മറ്റുള്ളവരെ വിമർശിക്കാനും സ്വയം താഴ്ത്തിക്കെട്ടാനും തുടങ്ങുന്നു. എന്നിട്ട് മനസ്സ് അശാന്തമാകും. എന്നാൽ നമ്മൾ പോസിറ്റീവായ ആളുകളോടൊപ്പം ജീവിക്കുമ്പോൾ, നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ മനസ്സ് സ്വയമേവ ഭാരം കുറഞ്ഞതാകുന്നു, ശാന്തമാകുന്നു, ശക്തമാകുന്നു. ഒരു പ്രചോദനം നൽകുന്ന വ്യക്തിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ മാനസികാവസ്ഥയും മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ശാന്തനായ വ്യക്തിയുടെ അടുത്തിരിക്കുമ്പോൾ തന്നെ ഉള്ളിലെ അസ്വസ്ഥതകൾ കെട്ടടങ്ങുന്നതുപോലെ തോന്നുന്നത്? ഇതെല്ലാം നമ്മൾ ആഗിരണം ചെയ്യുന്ന ഊർജത്തിന്റെ സ്വാധീനമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഇത് തീരുമാനിക്കുക. എന്റെ ഊർജത്തിന് വലിയ വിലയുണ്ട്. എനിക്ക് അത് ആർക്കും വേണ്ടി ചെലവഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ചെറിയതും എന്നാൽ വിപ്ലവകരവുമായ തീരുമാനമെടുക്കുക. നിങ്ങളെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന ഓരോ വ്യക്തിയിൽ നിന്നും, ഓരോ വാക്കിൽ നിന്നും, ഓരോ സാഹചര്യത്തിൽ നിന്നും അകലം പാലിക്കുക. അത് സോഷ്യൽ മീഡിയയാകട്ടെ, വാർത്തകളാകട്ടെ, ബന്ധുക്കളാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ശീലമാകട്ടെ, നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം കവർന്നെടുക്കുന്ന എന്തിൽ നിന്നും പതിയെ അകന്നുമാറുക. കാരണം ആരോഗ്യകരമായ മനസ്സില്ലാതെ നിങ്ങൾക്ക് നന്നായി ചിന്തിക്കാനോ ജീവിക്കാനോ കഴിയില്ല. ഓർക്കുക, ഈ അകലം പാലിക്കുന്നത് ഒരുതരം ആത്മപരിപാലനമാണ്. നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മൾ ശുചിത്വം പാലിക്കുന്നതുപോലെ മനസ്സിനെയും നെഗറ്റിവിറ്റിയിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നെഗറ്റീവായ ആളുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് എത്ര പ്രധാനമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു. അതിനാൽ അടുത്ത ചുവടുവെപ്പ് മനസ്സിനെ എല്ലാ ദിവസവും എങ്ങനെ ശുദ്ധീകരിക്കാം എന്നതാണ്. അതായത് നമ്മുടെ ചിന്തകളെ എങ്ങനെ ശുദ്ധീകരിക്കാം, ദിവസത്തിന്റെ തുടക്കം എങ്ങനെ ഉള്ളിൽ നിന്ന് ശുദ്ധവും ശാന്തവുമായ മനസ്സോടെയാക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സ് ശാന്തവും ശക്തവും എല്ലാ ദിവസവും ഊർജ്ജസ്വലവുമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ചുവടുവെപ്പ് നെഗറ്റിവിറ്റിയിൽ നിന്ന് അകലം പാലിക്കുക എന്നതാണ്. കാരണം മനസ്സ് എല്ലാ ദിവസവും കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതുപോലെയായിത്തീരുന്നു. നിങ്ങൾ എല്ലാ ദിവസവും പരാതികൾ, വിമർശനങ്ങൾ, ഭയം, സംശയം എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ മനസ്സിന് ഒരിക്കലും സ്ഥിരമായിരിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ സ്വയം ഈ നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ, ഞാൻ എന്റെ മനസ്സിനെ മലിനമാക്കാൻ അനുവദിക്കില്ല. വിശ്വസിക്കൂ, പതിയെ പതിയെ നിങ്ങൾക്കൊരു ആന്തരിക ശക്തി ലഭിക്കും. അത് ലോകത്തിലെ ഏത് വെല്ലുവിളിയെയും നേരിടാൻ നിങ്ങൾക്ക് ധൈര്യം നൽകും. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും ലളിതവും എന്നാൽ ആഴമേറിയതുമായ നിഗമനം ഇതാണ്: നിങ്ങളുടെ ശരീരത്തിന്റെ ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ മനസ്സിന്റെ ശുചിത്വവും. ശുചിത്വം ആരംഭിക്കുന്നത് നിങ്ങൾ നെഗറ്റിവിറ്റിയോട് നോ പറയുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, എല്ലാ ദിവസവും നിങ്ങളെ തകർക്കുന്ന അതേ കാര്യങ്ങൾ, അതേ മുഖങ്ങൾ, അതേ സാഹചര്യങ്ങൾ എന്നിവ ആവർത്തിക്കുമോ?
അതോ ഇന്നു മുതൽ ഒരു പുതിയ തുടക്കം കുറിക്കുമോ? നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുമോ? സ്വയം സമാധാനവും പോസിറ്റിവിറ്റിയും ശക്തിയുമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമോ? ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും സഹായകമായി തോന്നിയെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്വയം ബന്ധപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല. നാമെല്ലാം ഈ യാത്രയിലാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഈ ലക്ഷ്യത്തിനായുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കാനും ചിന്തകളെ ശുദ്ധീകരിക്കാനും ജീവിതത്തിന് ഒരു നല്ല ദിശാബോധം നൽകാനും ഞങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകളും മാർഗങ്ങളും ആഴത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്കായി കൊണ്ടുവരും. അതിനാൽ ഉടൻ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത മാർഗവുമായി ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കത് ആദ്യം അറിയാനും നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാനും കഴിയും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ്. അതിനെ പരിപാലിക്കുക, അതിനെ അലങ്കരിക്കുക, അതിനെ ഏറ്റവും മനോഹരമാക്കുക. അടുത്ത ഫലപ്രദമായ മാർഗവുമായി ഞങ്ങൾ വീണ്ടും കാണും. അതുവരെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായി സൂക്ഷിക്കുക, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക.